നമുക്കൊന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, അങ്ങയുടെ വലിയ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കുകയും പരിശുദ്ധ മാമോദീസയാൽ അഭിഷേകം ചെയ്യുകയും പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് അവകാശവും വാഗ്ദാനവുമായി നൽകുകയും ചെയ്തു. അവിടുത്തെ ദിവ്യറൂഹ ഞങ്ങൾ വസിക്കുകയും അങ്ങാകുന്ന വചനത്തെ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരികയും ചെയ്യുന്നു. ലോകമെങ്ങും സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് ഞങ്ങളെ നിയോഗിച്ചു. ശ്ലൈഹിക ശുശ്രൂഷയുടെ ഭാഗവാക്കുകളാകാൻ അവിടുന്ന് രാജകീയ പൗരോഹിത്യ ഗണത്തെയും കൂട്ടത്തിൽ ഒരുമിച്ച് ചേർത്തു. നല്ല ദൈവമേ, ഞങ്ങളുടെ ചുറ്റുപാടുകളിലും ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കുന്നവരാകാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യവിശ്വാസം സുശേഷാത്മകമായി പ്രഘോഷിക്കാൻ, സഭയുടെ വചനത്തെ അനേകർക്ക് പകർന്നു കൊടുക്കാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ദൈവവചനത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ പ്രത്യേകം അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ നല്ല ശുശ്രൂഷകരായി, വിശ്വസ്തരായ ശുശ്രൂഷകരായി അവിടുന്ന് സ്വീകരിക്കുകയും ഉയർത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ മാതാവേ അമ്മ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് പുതിയ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠന പരമ്പരയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് നമുക്കറിയാം. ദൈവാവിഷ്കരണത്തെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനാണ് അത്. നിങ്ങൾ ഒത്തിരി പേര് ഭയങ്കര ശ്രദ്ധയോടുകൂടെ ഇത് പഠിക്കുകയും ഒക്കെ ചെയ്യുന്നതായി എനിക്കും അറിയാൻ കഴിയുന്നു. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പല ദിവസങ്ങളിലും ആരെങ്കിലുമൊക്കെ മെസ്സേജൊക്കെ അയച്ച് ഇത് അവർക്ക് പ്രയോജനപ്പെടുന്നു. വിശ്വാസം പരിശീലിപ്പിക്കുന്നവർക്കും ഈ ശുശ്രൂഷ നിർവഹിക്കുന്നവർക്കും വെറുതെ ദൈവിക രഹസ്യങ്ങളൊക്കെ കേൾക്കാനും അറിയാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒത്തിരി പ്രയോജനപ്പെടുന്നു എന്ന് കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമാണ്. ഇന്ന് നമ്മുടെ ഈ ദൈവോർബമിനെ സംബന്ധിക്കുന്ന ക്ലാസ്സുകളുടെ ആദ്യഘട്ടത്തിന്റെ അവസാനത്തെ ക്ലാസ്സാണ്. ഇന്നത്തോടുകൂടി അത് പൂർത്തിയാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളെ കുറിച്ച് കൂടെ പറഞ്ഞ് അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം പൂർത്തിയാക്കും. ഇനി അടുത്ത ദിവസം മുതൽ ചെയ്യാൻ പോകുന്നത് കൂടുതൽ രസകരമായ ഒരു കാര്യമാണ്, കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു കാര്യമാണ്. അത് നേരിട്ട് ബൈബിൾ വ്യാഖ്യാനമാണ്. എന്ന് പറഞ്ഞാൽ നമുക്കത് മുഴുവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും അതിൻ്റെ ഒരു രീതി എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ എൻ്റെ മനസ്സിലുള്ളത് ഇങ്ങനെയാണ്. കുറച്ച് ഉൽപ്പത്തി ചരിത്രത്തെയൊക്കെ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തിയിലെ വിവരണങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ എങ്ങനെയാ, ഇതൊക്കെ ഉള്ളതാണോ, ഇങ്ങനെയാണോ സംഭവിച്ചത്, ദൈവം ഇങ്ങനെ മണ്ണെടുത്ത് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കുമായിരുന്നു ചെയ്തത്, ഈ നോഹയുടെ പെട്ടകമൊക്കെ ഇത്രയും വലിയ പെട്ടകം എങ്ങനെ പണിതു, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പം ചിലതൊക്കെ ഞാൻ ഈ ക്ലാസ്സിന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ കുറച്ചൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു ഒരു ഏതാനും ക്ലാസ്സുകൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദുർഗ്രഹ വചനങ്ങളെ കുറിച്ച് സംസാരിക്കണമെന്നും ആഗ്രഹമുണ്ട്. ദുർഗ്രഹ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്, ഇതിങ്ങനെയാണോ, അങ്ങനെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അതെന്താ ഈശോ അങ്ങനെ ചെയ്തത് എന്നാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നാളെ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ പോലും അത്തിവൃക്ഷത്തെ ശപിക്കുന്നു, കർത്താവ് എന്തിനാണ് ഈ അത്തിവൃക്ഷത്തെ ശപിച്ചത് എന്ന് തുടങ്ങുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഈശോയുടെ ചില പരാമർശങ്ങൾ അത് ചിലത് കേൾക്കുമ്പോൾ എന്താ പറയാ, മനസ്സ് തിരിഞ്ഞ് നന്നാവാതിരിക്കേണ്ടതിനാണ് ഇത് എന്നൊക്കെ പറയുന്ന പോലത്തെ. അപ്പൊ അങ്ങനത്തെ ചില വിശുദ്ധ ഗ്രന്ഥത്തിലെ ചില വചനഭാഗങ്ങൾ അവയുടെ അതെന്തുകൊണ്ടാണ് അവ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളർത്ഥങ്ങൾ എന്താണ്, അതിന്റെ വ്യാഖ്യാന രീതികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ പരിമിതമായ വിധത്തിൽ സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരു കുറച്ച് ക്ലാസ്സുകൾ അത് സംസാരിക്കാൻ പറ്റും. ആ സമയത്ത് എനിക്ക് നിങ്ങളുടെ സഹായം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. സഹായം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളെ ബേസ് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതായത് ചോദ്യങ്ങൾ, ഇന്ന വിഷയത്തെക്കുറിച്ച്, ഇന്ന ഭാഗത്തെക്കുറിച്ച് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രവാചകശബ്ദത്തിന്റെ മെയിലിലേക്കോ വാട്സപ്പ് നമ്പറിലേക്കോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തരും. അപ്പൊ ആ സമയത്ത് നമുക്ക് അതിനെ അധികരിച്ചുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ അത് കുറച്ചുകൂടെ നമുക്കൊരു പാർട്ടിസിപ്പേഷൻ കൂടെ ഉണ്ടാവും. അതിലേക്ക് അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാനത് ആദ്യമേ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇക്കാര്യം ഒന്ന് ഓർത്തിരിക്കാൻ. ഞാൻ അവസാനിക്കുമ്പോൾ ഒന്നുകൂടെ പറയാം.
ഒപ്പം നമ്മുടെ ഇടയ്ക്ക് ഒത്തിരി ആളുകൾ ഭയങ്കരമായ ഈ വിശുദ്ധഗ്രന്ഥത്തെ സംബന്ധിക്കുന്ന എന്താ പറയാ തെറ്റിദ്ധാരണകൾക്കകത്തുള്ളവരുണ്ട്. ചിലപ്പോൾ കുട്ടികളുടെ ഇടയ്ക്കൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അവർ പലപ്പോഴും ക്രൈസ്തവ വിശ്വാസത്തെയൊക്കെ അപമാനിക്കാനോ അവഹേളിക്കാനോ ഒക്കെ ഉപയോഗിക്കുന്നത് പല തെറ്റിദ്ധാരണകൾ ഉപയോഗിച്ചാണ്, പല കാര്യങ്ങളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഉപയോഗിച്ചാണ്. ഇപ്പൊ ദൈവം മണ്ണ് കുഴച്ചിങ്ങനെ ഉണ്ടാക്കിയതല്ലേ നിങ്ങളെ എന്നൊക്കെ പറഞ്ഞ പോലെ ശരിക്കും എന്താണ് എന്ന് അവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കഴിയുന്നിടത്തോളം നമുക്ക് അങ്ങനെ അതറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളെ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് അത് എത്തിക്കാനായിട്ടൊക്കെയുള്ള ഒരു ആഗ്രഹം ഉണ്ട്. നിങ്ങൾക്കും അതിനകത്ത് പങ്കാളികളാകാവുന്നതാണ്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് രണ്ട് ചെറിയ കാര്യങ്ങളാണ്. അതോടുകൂടിയാണ് ദൈവവർബമിന്റെ 21 മുതൽ 25, 26 വരെയുള്ള ചെറിയ പാരഗ്രാഫുകൾ അവസാനിക്കുന്നത്. അതോടുകൂടി ഞാൻ ഈ ടെക്സ്റ്റുകളെ എടുത്തു തന്നെ പറയുന്ന ആ ഒരു ഭാഗം അവസാനിക്കുകയും നമ്മൾ ഈ സെക്ഷൻ, അതായത് ഒരു ഈ ദൈവവർബം എന്ന ഡോക്യുമെന്റിനെ വാച്യാർത്ഥത്തിൽ തന്നെ സമീപിക്കുകയൊക്കെ ചെയ്യുന്ന, അതിന്റെ വേർഡ് ടു വേർഡ് പരിശോധിച്ചു പോകുന്ന ഒരു ലെവൽ അത് പൂർത്തിയാകുകയും ചെയ്യും. ഇന്ന് കുറച്ചു നേരം പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. അതിനകത്ത് പ്രധാനമായും വരുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്നാമത്തേത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പരിഭാഷയെക്കുറിച്ചാണ്. പരിഭാഷ, വിവർത്തനങ്ങൾ. നമുക്കൊരു ബേസിക് അറിവിന്റെ വിഷയമാണ് അതുള്ളൂ എന്ന് മാത്രം. കാരണം നമ്മൾ ആരും വിവർത്തനം ചെയ്യുന്നൊന്നുമില്ല. പിന്നെ നമ്മളൊരു വിവർത്തനത്തെക്കുറിച്ച് ഒരു ചെറിയ ധാരണ നമുക്കുണ്ടാകാൻ വേണ്ടി മാത്രമാണത്. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വിവർത്തനങ്ങൾ. ചില ആളുകളൊക്കെ ചോദിക്കും, ബൈബിള് മാറ്റി എഴുതിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പൊ അടുത്തിടയ്ക്ക് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ POC ബൈബിളിന്റെ ഒരു പുതിയ റിവൈസ്ഡ് വേർഷൻ വന്നപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചു, അത് ശരി, ഇപ്പൊ ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ബൈബിളൊക്കെ ചുമ്മാ കാര്യമില്ലായിരുന്നു, ഞങ്ങളെ പറ്റിച്ചോ, ഇതെന്താ ഇങ്ങനെ ഇപ്പം മാറ്റി എഴുതുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് പരിഭാഷയെക്കുറിച്ചാണ്, പരിഭാഷ. രണ്ടാമത് സംസാരിക്കുന്നത് ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. അത് ഈ വിശുദ്ധഗ്രന്ഥ പണ്ഡിതര് എങ്ങനെ അതിനെ ഉപയോഗിക്കണം, അതുപോലെ തിയോളജിയൻസ്, ദൈവശാസ്ത്രജ്ഞര് ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം. ഇതിനെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് അധികം നല്ല ചില ടെക്സ്റ്റുകളൊക്കെ നമുക്കൊന്ന് വായിച്ച് കടന്നു പോകേണ്ടതുണ്ട്. ആദ്യത്തേത് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പരിഭാഷയെക്കുറിച്ചാണ്. പരിഭാഷ. ഈ പരിഭാഷകൾ ആണല്ലോ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത്. നമുക്ക് ആർക്കും ആദ്യം പറയേണ്ടത് ഈ വിശുദ്ധ ഗ്രന്ഥം ഏത് ഭാഷകളിലൊക്കെയാണ് എഴുതപ്പെട്ടത് എന്നാണ്. ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ചെറിയ വേദപാഠ ക്ലാസ്സുകൾ പോലും പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും അന്ന് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാന്ന് ഓർത്തിട്ടാണ്. വിശുദ്ധ ഗ്രന്ഥം പ്രധാനമായും പഴയ നിയമം മുഴുവനും ഹിബ്രു ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പുതിയ നിയമം അത് ഏതാണ്ട് മുഴുവനും എന്നതുപോലെ ഗ്രീക്ക് ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അപ്പം ഹെബ്രായ, ഗ്രീക്ക് ഭാഷകളിലാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യത്തെ പ്രതികളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പിന്നീട് അതിങ്ങനെ എല്ലാവർക്കും വായിക്കാൻ കഴിയാതെ പോകുന്ന എന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും അന്നത്തെ കുറച്ച് ക്ലാസിക്കൽ ലാംഗ്വേജസ് ഒക്കെ ആയിരുന്നല്ലോ ഈ പറഞ്ഞ ഭാഷകളൊക്കെ. ഏതാണ്ട് നമ്മുടെ നാട്ടിലെ സംസ്കൃതമൊക്കെ പോലെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് പിന്നീട് ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം പരിശുദ്ധ സഭ നടത്തിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജനം ബൈബിൾ വായിക്കരുത് എന്ന് സഭ ആഗ്രഹിച്ചു എന്നൊക്കെ. ശുദ്ധ മണ്ടത്തരമാണ്. കാരണം ദൈവജനം വിശുദ്ധ ഗ്രന്ഥം വായിക്കണമെന്ന് സഭയ്ക്ക് ആദ്യം മുതലേ ആഗ്രഹമുണ്ട്. വായിക്കണമെന്ന് മാത്രമല്ല ആഗ്രഹമുള്ളത്, അത് ശരിയായ വിധത്തിൽ വ്യാഖ്യാനിക്കണമെന്നും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിയായ വിധത്തിൽ വ്യാഖ്യാനിക്കാവുന്ന വിധത്തിൽ വേണം വായിക്കാൻ എന്ന് സഭ എപ്പോഴും നിഷ്കർഷിച്ചിരുന്നു എന്നത് സത്യമാണ്. അതൊഴിച്ചാൽ ഇത് വായിക്കുന്നതിൽ നിന്ന് ആരെയും തടഞ്ഞിരുന്നില്ല. നമ്മളൊരിക്കലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് ഇത്ര പോപ്പുലർ അല്ല, ഇതുപോലത്തെ കടലാസുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ലോ. കടലാസുകൾ അത്ര എളുപ്പമല്ല. ആദ്യത്തെ കാലത്തൊക്കെ പാപ്പറസ് ചെടികളുടെ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ തുകൽ ചുരുളുകളാണ് ഉണ്ടായിരുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന സോക്കോൾഡ് പേപ്പറൊന്നും നമുക്കത്ര ലഭ്യമല്ലായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ ചിലപ്പോൾ ഇങ്ങനെ ക്ലേ ടാബ്ലറ്റുകളിലൊക്കെയാണ് ആദ്യത്തെ ഭാഗങ്ങളൊക്കെ എഴുതേണ്ടി വന്നത്. ക്ലേ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ കളിമണ്ണ് പരത്തി അതിലിങ്ങനെ ഉണങ്ങുന്നതിന് മുമ്പ് എഴുതി എന്നിട്ട് ഉണക്കിയെടുത്ത് പൊട്ടിപ്പോകാതെയൊക്കെ സൂക്ഷിക്കുന്നതൊക്കെ രീതി. അതുപോലെ തന്നെ ചില മെറ്റൽ പീസുകളിലൊക്കെ ഈ അടിച്ചു പരത്തിയ ചെമ്പ് തകിടുകളിലൊക്കെ എഴുതുന്ന രീതികളൊക്കെയാണ് പണ്ട് ഉണ്ടായിരുന്നത്. അതിലേറ്റവും ലാസ്റ്റ് ചെയ്തിരുന്നത് മെറ്റലും കല്ലുമൊക്കെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ തുകൽ ചുരുളുകളാണ്. തുകൽ ചുരുളുകളിലെ പ്രത്യേകതരം മഷി ഉപയോഗിച്ച് അവരിങ്ങനെ വരച്ച് കളറടിച്ച് എന്നിട്ട് അത് ചുരുട്ടി സൂക്ഷിക്കുമായിരുന്നു. വായിക്കാൻ ഉപയോഗിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ അത് കാറ്റ് കിടക്കാത്ത വിധത്തിൽ അടച്ച് സൂക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തു വിശുദ്ധ ഗ്രന്ഥമായിരുന്നു. ഇന്നുപോലെ നമുക്ക് പുസ്തകങ്ങൾക്ക് ഇത്രയും പ്രിന്റിംഗ് സംവിധാനമൊക്കെ ഉള്ള പോലും നല്ല വിലയുണ്ട് എന്ന് നമുക്കറിയാലോ. വിദേശത്തു നിന്നുള്ള പുസ്തകങ്ങളൊക്കെ മേടിച്ചാൽ ചിലപ്പോൾ ഒരു പുസ്തകത്തിന് 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ആകും എന്ന് നമുക്കറിയാം ഇന്ന് പോലും. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു പുസ്തകം, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു കയ്യെഴുത്ത് പ്രതിയുടെ ഒരു പതിപ്പ്, അല്ലെങ്കിൽ ഒരു സുവിശേഷത്തിന്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ ഒരു ലേഖനമോ
ഒക്കെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതുപോലത്തെ വലിയൊരു വെൽത്താണ്. അത് കാരണം അത് എഴുതി ഉണ്ടാക്കണമെങ്കിൽ തന്നെ അത്രമാത്രം സമയം, എഴുതാൻ അറിയാവുന്നവർ തീരെ കുറവ്, അങ്ങനെ 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 പല കാരണങ്ങളാൽ ഇതൊരു അമൂല്യ നിധിയാണ് അന്നത്തെ കാലത്ത്. ആർക്കും അങ്ങനെ ചുമ്മാ ഒരു സാധാരണക്കാരന് മേടിക്കാനോ വീട്ടിൽ വെക്കാനോ ഒന്നും പറ്റില്ലാത്ത അത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സുവിശേഷത്തിന്റെ വിശുദ്ധഗ്രന്ഥത്തിന്റെ ഒക്കെ ഒരു ചെറിയ ഫ്രാഗ്മെന്റ് എങ്കിലും കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ വായനയൊക്കെ, വിശുദ്ധഗ്രന്ഥത്തിന്റെ പൊതുവിലുള്ള വായന കുറവായിരുന്നു എന്ന് അനുമാനിക്കുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. അവർ കൂടുതൽ ഇത് വായിച്ചവരെ കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ പ്രാർത്ഥന കൂട്ടായ്മകളുടെ സ്ഥലത്ത് എന്ന് വെച്ചാൽ സിനഗോഗുകളിൽ ഒക്കെ പഴയ നിയമത്തിന്റെ ഭാഗങ്ങൾ ചിലപ്പോൾ ഒരു സിനഗോഗിൽ പേശയായിട്ട് ഒരു 2-3 ചാപ്റ്ററുകളെ ചിലപ്പോൾ കണ്ടെന്ന് വരുള്ളൂ. അവർ തന്നെ അത് വീണ്ടും വീണ്ടും വായിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഫ്രാഗ്മെന്റുകളൊക്കെ ഉണ്ടായിരുന്നു. മുഴുവനായിട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവൊക്കെ ആയിരുന്നിരിക്കും. എങ്ങനെയായിരുന്നാലും ആദിമ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ വിശുദ്ധഗ്രന്ഥത്തിന്റെ പകർപ്പുകൾ മുഴുവനും നമുക്ക് ലഭ്യമല്ല. എന്നാലും നമുക്ക് കിട്ടിയുള്ള ഫ്രാഗ്മെന്റുകളെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ അതൊക്കെ സമാനമായ വെർഷൻസ് തരുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും ആദ്യത്തെ പ്രതികൾ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും അതിൽ നിന്ന് പകർത്തി എഴുതിയവയുടെ സമാനത ഉപയോഗിച്ച്, എന്ന് പറഞ്ഞാൽ ഇതിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യം തന്നെ അതിൽ എഴുതി, അപ്പം അത് രണ്ടും കോപ്പി ചെയ്തിരിക്കുന്ന ഒറിജിനൽ സോഴ്സ് ഇത് തന്നെ ആയിരിക്കും എന്ന് അനുമാനിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അവൈലബിൾ സോഴ്സസ് ഒക്കെ നമുക്കുണ്ട്. ഇനി ഏറ്റവും വളരെ വ്യക്തമായ അല്ലെങ്കിൽ പോപ്പുലറൈസ്ഡ് ആയ 2 ട്രാൻസ്ലേഷൻസിനെ കുറിച്ച് ചുമ്മാ അറിഞ്ഞിരിക്കാൻ നല്ലതാണ്, ചുമ്മാ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. അതിൽ ഒന്നാമത്തേത് സെപ്ത്വജിന്ത് എന്ന് പറയുന്നതാണ്. സെപ്ത്വജിന്ത് എന്ന് പറഞ്ഞാൽ 70 എന്നാണ്. 7 എന്നതിനോട് സാമ്യമുണ്ടല്ലോ. സെപ്ത്വജിന്ത്, സപ്ത എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ പറയില്ലേ. സെപ്ത്വജിന്ത് എന്നാണ് അതിന്റെ പേര്. 70 പേരുടെ എന്നാണ് അതിന്റെ ശരിയായ അർത്ഥം. നമ്മുടെ കൗൺസിൽ ഡോക്യുമെന്റ് 22ാമത്തെ പാരഗ്രാഫിൽ സെപ്ത്വജിന്തിനെ കുറിച്ച് പരാമർശമുണ്ട്. അതിങ്ങനെയാണ്: അക്കാരണത്താൽ സഭ ആദ്യം മുതൽ സെപ്ത്വജിന്ത് എന്നറിയപ്പെടുന്ന പഴയ നിയമ ഗ്രീക്ക് വിവർത്തനം സ്വന്തമായി സ്വീകരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ ആദിമസഭ ഈ സെപ്ത്വജിന്ത് എന്ന് എഴുതാനായിട്ട് LXX എന്ന് എഴുതുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്കറിയാലോ, അക്ഷരങ്ങളാണത്. LXX എന്നാണ് ഇംഗ്ലീഷിൽ എഴുതുന്നെങ്കിലും അത് 70 എന്നാണ് അതിനെ സൂചിപ്പിക്കുന്നത്. X 10 ആണെന്നും L 50 ആണെന്നും ഒക്കെ നമുക്കറിയാമല്ലോ. അത് ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ്. സെപ്ത്വജിന്ത് എന്നത് ഗ്രീക്ക് പരിഭാഷയാണ്. ഏറ്റവും പോപ്പുലറായി തീർന്ന ഗ്രീക്ക് പരിഭാഷയാണ് സെപ്ത്വജിന്ത്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സെപ്ത്വജിന്തിനെ ഫോളോ ചെയ്യുന്നത് ഗ്രീക്ക് ഓർത്തഡോക്സുകാരാണ് എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത്. അവരാണ് അതിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളൊക്കെ. ഇനി സെപ്ത്വജിന്തിന്റെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ അതിനെയും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ലത്തീൻ ഭാഷയിലുള്ള ഒരു പരിഭാഷ ഉണ്ടായത്. കത്തോലിക്ക സഭയിൽ ഒത്തിരി പ്രചാരത്തിലായി തീർന്ന വിശുദ്ധഗ്രന്ഥത്തിന്റെ ഒരു പരിഭാഷ, അത് വൾഗേറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിന്റെ പേര് വുൾഗാത്ത എന്ന് പറയും. ഇംഗ്ലീഷുകാർ അതിനെ വൾഗേറ്റ് എന്നാക്കിയത്. ഈ വൾഗേറ്റ് അഥവാ വുൾഗാത്ത എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ വൾഗർ എന്ന പദത്തോട് സാമ്യമുണ്ട്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വൾഗർ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട എന്നൊക്കെയുള്ള അർത്ഥമാണല്ലോ ഉള്ളതെന്ന് വിചാരിക്കും. വൾഗർ എന്ന് പറഞ്ഞാൽ ലോക്കൽ എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിനുള്ളത്. എന്നാൽ വൾഗാത്ത എന്ന വാക്ക് അതിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ വൾഗർ. പക്ഷെ അതിന്റെ ശുദ്ധ അർത്ഥത്തിൽ നാടൻ എന്നൊക്കെയുള്ളൊരു, അങ്ങനെയൊക്കെ വേണേൽ പറയാതിരിക്കുന്നു എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നാടൻ അല്ലെങ്കിൽ സാധാരണക്കാരുടെ സാധാരണ ഭാഷയിലെ എന്നൊക്കെ തുടങ്ങുന്ന അർത്ഥമാണ് ഈ വൾഗാത്ത എന്നതിനുള്ളത്. എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ലാറ്റിൻ ട്രാൻസ്ലേഷൻ ഉണ്ടാക്കി. അത് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ട് വിശുദ്ധ ജെറോമാണ് അത് ചെയ്തത്. വിശുദ്ധ ജെറോം, എന്റെ തലയുടെ മുകളിൽ ജെറോം ബിബ്ലിക്കൽ കമന്ററി ഇരിക്കുന്നുണ്ട്. ജെറോമാണ് അത് ചെയ്തത്. അത് ചെയ്ത സ്ഥലം ബെത്ലഹേമിൽ ഇരുന്നാണ് ചെയ്തതെന്നാണ് അതിന്റെ പാരമ്പര്യം. ബെത്ലഹേമിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഈശോ ജനിച്ച സ്ഥലം ഒരു നക്ഷത്രത്തിന്റെ രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തൊട്ടുപുറത്തൊരു മുറിയുണ്ട്. 2-3 മുറികൾ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇന്നിപ്പോ അങ്ങനെ കുറച്ച് പൊട്ടിയും ഒക്കെയാണ് അതിരിക്കുന്നത്. അവിടെ ഇരുന്നാണ് അത്രേ ജെറോം ഈ പരിഭാഷ നിർവഹിച്ചത്. ഈശോ ജനിച്ച മണ്ണിൽ പോയിരുന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചും അവിടെ ഇരുന്ന് ധ്യാനിച്ചും ഒക്കെയാണ് വിശുദ്ധ ജെറോമിന്റെ നേതൃത്വത്തിൽ, ജെറോം ഒറ്റയ്ക്ക് എന്ന് പറയേണ്ട കാര്യമില്ല, സഭാപിതാവായ ജെറോമിന്റെ നേതൃത്വത്തിൽ ഈ പരിഭാഷ നിർവഹിച്ചത്.
വൾഗാത്ത എന്നാണ് അതിന്റെ പേര്. അത് ഒത്തിരി പോപ്പുലറായി. അപ്പം ലാറ്റിൻ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് പോലെ പ്രചാരം നേടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമൊക്കെ ആയിരുന്നു. അപ്പൊ അത് ആളുകളിലേക്ക് വിശുദ്ധഗ്രന്ഥം വളരെയധികം എത്താനായിട്ട് ഇടവന്നു. ഞാനിത് പറഞ്ഞത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? ആദിമകാലങ്ങളിൽ തന്നെ സഭ ഇത് ജനം വായിക്കണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ്, അല്ലെ? അല്ലെങ്കിൽ ഈ വൾഗാത്ത ഒന്നും പബ്ലിഷ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനുവേണ്ടി സഭ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അന്നത്തെ ഏറ്റവും വലിയ വിശുദ്ധഗ്രന്ഥ പണ്ഡിതനായിരുന്ന ഒരാളെയൊക്കെ ചുമതലപ്പെടുത്തി അത് ചെയ്യിപ്പിച്ചെടുക്കേണ്ട കാര്യം ഇല്ലല്ലോ. അത് അവര് മറച്ചു വെച്ചാൽ മതിയല്ലോ. കാരണം അതിന്റെ ആ കാലഘട്ടത്തിലും അതിന് പിന്നീടുള്ള ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് പോലും നമ്മുടെ ഭാരതത്തിൽ പോലും വേദം എല്ലാവരും കേൾക്കരുത് എന്ന് കരുതിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വേദം കേൾക്കുന്ന താഴ്ന്ന ജാതിക്കാരൻ വേദം കേട്ടാൽ അവന്റെ കാതിൽ ഈയമുരുക്കി ഒഴിക്കണം എന്നൊക്കെ പോലും പറഞ്ഞിരുന്ന പോലത്തെ ഒരു കാലഘട്ടം അതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലം വരെയൊക്കെ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ട്. ഒരുപക്ഷെ ഇന്നും നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നോ മുഴുവൻ വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇരിക്കുകയാണ് അത്രയും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ്, 12,000-ഓളം അടുത്ത വർഷങ്ങൾക്ക് മുമ്പ്, 1700 വർഷമെങ്കിലും മുൻപ് മാർപ്പാപ്പമാരും സഭ തന്നെയും ഒന്നടങ്കം അത് ജനം വായിക്കണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയത്. അതൊരു ചെറിയ കാര്യമല്ലല്ലോ. ഇനി ഇത് ലാറ്റിൻ വെർഷനാണ്. പിന്നീട് കത്തോലിക്ക സഭയിൽ ഭയങ്കരമായ പ്രചാരം നേടിയ ഒരു വെർഷനാണ് ഇത്, ഈ വൾഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം വൾഗേറ്റ് പ്രധാനമായി സെപ്റ്റുജിന്റിൽ നിന്നാണ് വിശുദ്ധ ജെറോം ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നതാണ് അതിന്റെ ഒരു പശ്ചാത്തലം. ഇനി ഈ പറഞ്ഞ രണ്ട് പരിഭാഷകൾക്കും പ്രധാനപ്പെട്ട നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് പരിഭാഷകളുടെയും സോഴ്സസ്, കയ്യെഴുത്ത് പ്രതികൾ, ഒരു 3 പ്രധാന കയ്യെഴുത്ത് പ്രതികളെ കുറിച്ച് ചെറിയൊരു അറിവ് ചുമ്മാ കേട്ടിരിക്കാൻ ഉണ്ടായിരിക്കും നല്ലതാണ്. ഞാൻ അധികം കോംപ്ലിക്കേറ്റഡ് വിഷയങ്ങളൊന്നും സംസാരിക്കാറില്ല. ബേസിക് ആയിട്ടുള്ള ചില 2-3 കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു തുടങ്ങുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് 3 സോഴ്സുകളെ കുറിച്ച് അറിഞ്ഞിരിക്കും നല്ലതാണ്. അത് എല്ലാം കോഡെക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് എന്നാണ് അർത്ഥം. കോഡെക്സ് വത്തിക്കാനൂസ് ആണ് ആദ്യത്തേത്, അതായത് വത്തിക്കാൻ കോഡെക്സ് വത്തിക്കാനൂസ്. അത് അങ്ങനെ ഒരു സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെടാനുള്ള കാരണം അത് വത്തിക്കാൻ ലൈബ്രറിയിലാണ് അത് ഇരിക്കുന്നത് എന്നത് തന്നെയാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വത്തിക്കാൻ ലൈബ്രറിയുടേതാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ ഏറ്റവും നല്ലൊരു സോഴ്സ്. ഈ ട്രാൻസ്ലേഷനൊക്കെ ഉപയോഗിച്ചുള്ള സോഴ്സ് അത് നേരിട്ടുള്ള കയ്യെഴുത്ത് പ്രതിയാണ്, അതായത് മനുസ്ക്രിപ്റ്റ് ആണ്. ഈ മനുസ്ക്രിപ്റ്റ് അത് എങ്ങനെയാ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേജിൽ 3 കോളങ്ങളായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. 3 കോളങ്ങളായിട്ട്. അങ്ങനെ എഴുതുന്ന ഒരു ശീലം അന്ന് പൊതുവിലില്ല. 2 കോളങ്ങളിലൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത് 3 കോളങ്ങളിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ, അതായത് സങ്കീർത്തനങ്ങൾ പോലെ വരുന്ന ഭാഗങ്ങൾ എൻ്റെ ഓർമ്മയനുസരിച്ച് 2 കോളങ്ങളിലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. ചുമന്ന അക്ഷരത്തിലാണ് അവ എഴുതപ്പെട്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് കുറച്ചുകൂടെ കറുപ്പ് പോലെയാണ് ഇരിക്കുന്നത്. അഴിഞ്ഞ് ഞാൻ പറയാൻ പോകുന്ന ചുമപ്പാരത്തില ആണ്. മൊത്തത്തില് ഏതാണ്ട് 830 ലീഫ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ലീഫുകൾ, പേജുകൾ നമ്മൾ ഇന്ന് പറയുമല്ലേ, 830 ലീഫുകളാണ് ഉള്ളതെന്നാണ് കരുതപ്പെടുന്നത്. അതിനകത്ത് മുഴുവനും നമ്മുടെ അടുത്ത് ഇല്ല. അതിനകത്ത് ഒരു 617 പഴയ നിയമ പേജുകളും ഒരു 142 പുതിയ നിയമ പേജുകളുമാണ് ഉള്ളത്. ഏതാനും പേജുകളൊക്കെ ലഭ്യമല്ല താനും. അതാണ് കോഡെക്സ് വത്തിക്കാനൂസ്. ഇതിന്റെ ഒരു സോഴ്സാണ്, ഉറവിടമാണ്. ഈ സെപ്റ്റജിന്തും വൾഗേറ്റും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിച്ച ഉറവിടങ്ങളിലൊന്നാണ് ഈ കോഡെക്സ് വത്തിക്കാനൂസ്. മറ്റൊന്ന് കോഡെക്സ് സിനാറ്റിക്കുസ് ആണ്. സിനായ് മലയിലെ സിനായിറ്റിക്കസ്. അതിനിങ്ങനെ ആൽഫ് എന്ന അക്ഷരം കൊണ്ട്, ഹിബ്രു ഭാഷയിലെ ഇങ്ങനെ അക്ഷരം കൊണ്ടും അത് സൂചിപ്പിക്കും. കോഡെക്സ് സിനായിറ്റിക്കുസ്. മൂന്നാമത്തേത് കോഡെക്സ് അലക്സാന്ദ്രിനോസ് ആണ്. കോഡ് ഓഫ് അലക്സാൻഡ്രിയ, കോഡ് ഓഫ് സിനായ്, കോഡ് ഓഫ് അലക്സാൻഡ്രിയ, കോഡ് ഓഫ് വത്തിക്കാൻ. ഈ അലക്സാൻഡ്രിയൻ കോഡ് എന്ന് പറയുന്നത് അത് ഒത്തിരി കാലം ഈ ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലാണ് അത് സൂക്ഷിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് കോഡെക്സ് അലക്സാൻഡ്രിനോസ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇപ്പൊ അത് ബ്രിട്ടീഷ് ലൈബ്രറിയിലാണ് അത് സൂക്ഷിച്ചേക്കുന്നത്. ഇപ്പൊ അത് ഈജിപ്തിലില്ല. അത് റെഡ് ലെറ്റേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. ഈ റെഡ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ പാരഗ്രാഫുകളുടെ ആദ്യത്തെ അക്ഷരമൊക്കെ ഉണ്ടല്ലോ, അത് മാർജിനിലേക്ക് കയറ്റി വലിയ അക്ഷരത്തിലൊക്കെ എഴുതിയിരിക്കുന്ന ഒരു കയ്യെഴുത്ത് പ്രതിയാണ് അത്. ഈ ഉറവിടങ്ങളെ ഉപയോഗിച്ചാണ് പിന്നീട് ട്രാൻസ്ലേഷൻസ് ഒക്കെ നടത്തുകയും ചെയ്തത്. ഈ 3 പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ ഓർക്കുന്നതാണ്: കോഡ് ഓഫ് വത്തിക്കാൻ, കോഡെക്സ് വത്തിക്കാൻ, കോഡെക്സ് സിനായിറ്റിക്കസ്, കോഡെക്സ് അലക്സാൻഡ്രിനോസ്. ഇതിനകത്ത് ഈ പ്രാചീന കയ്യെഴുത്ത് പ്രതികൾക്കകത്ത് പല സ്ഥലത്തും ഈ കുത്തും കോമയൊന്നുമില്ല, ഫുൾ സ്റ്റോപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല.
അത് പിന്നീട് ചിലതില്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഈ കോഡെക്സ് അലക്സാൻഡ്രിനോസിനകത്തൊക്കെ ആണെങ്കിൽ അതിന്റെ മാർജിനിലൊക്കെ അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് കറക്റ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട്. അതായത് പിന്നീട് ഈ പങ്ക്ച്വേഷൻ മാർക്കുകളൊക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്തു വന്നല്ലോ. അപ്പൊ ആ സമയത്ത് അവയൊക്കെ, ഉദാഹരണത്തിന് ആദ്യത്തെ ഹിബ്രു ലെറ്റേഴ്സിനകത്ത് വൊവൽസ് ഒന്നും ഇല്ലായിരുന്നു, ചുമ്മാ അക്ഷരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് കൂട്ടി ഊഹിച്ചാണ് വായിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പൊ യഹോവ എന്ന് എഴുതിട്ട് വാഹ എന്ന് എഴുതുന്ന പോലെയാണ് അത് എഴുതിയത്. അവർക്ക് ഹോ എന്ന് എഴുതാനുള്ള സംവിധാനങ്ങളൊന്നും വന്നില്ലായിരുന്നു, പിന്നീടാണ് അത് വരികയൊക്കെ ചെയ്തത്. അപ്പൊ പിന്നീടുണ്ടായ പരിഭാഷകളിലൊക്കെ അത്തരം എന്താ പറയാ ഈ എന്താ പറയാ സ്വരാക്ഷരങ്ങളുടെ ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ കൂട്ടിച്ചേർക്കലൊക്കെ നടന്നിട്ടുണ്ട് പിന്നീട്. അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഈ ബൈബിൾ പഠനം എന്ന് പറയുന്നതും ബിബ്ലിക്കൽ തിയോളജി എന്ന് പറയുന്നത് രണ്ടാണ്. ബിബ്ലിക്കൽ തിയോളജി എന്ന് പറയുന്നത് ബൈബിളിന്റെ ദൈവശാസ്ത്ര പഠനമാണ്. മറ്റത് ബൈബിൾ പഠനം എന്ന് പറയുന്നത് നേരിട്ട് ബൈബിൾ ടെക്സ്റ്റുകളെ കുറിച്ചുള്ള പഠനമാണ്. അതിന്റെ ഉറവിടം, അതിന്റെ സോഴ്സുകൾ, ഓരോ വാക്കുകളും അതിന്റെ കൃത്യത തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ പഠന വിഷയമാക്കുന്നതാണ് ഈ ബൈബിൾ പഠനം എന്ന് പറയുന്നത്. സത്യത്തിൽ സ്ക്രിപ്ചർ ബൈബിൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നതാണ്. നമ്മൾ ഇന്ന് ബൈബിൾ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ബൈബിൾ എന്നാന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതല്ലേ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഒരു അക്കാഡമിക് ഫീൽഡിൽ ബൈബിൾ പഠനം എന്ന് പറഞ്ഞാൽ അത് നേരിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ബൈബിളിന്റെ രചനയെക്കുറിച്ച്, രചനാ സങ്കേതം, അതിന്റെ ടെക്സ്റ്റിന്റെ പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഒരു 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 ചരിത്രപരമായ അന്വേഷണമൊക്കെ നടത്തുന്ന ആളുകളെയാണ് പലപ്പോഴും അതിനെയാണ് ഈ ബൈബിൾ പഠനം എന്നതുകൊണ്ട് അക്കാഡമിക്കലി ഉദ്ദേശിക്കുന്നത്. അപ്പം അവരാണ് ഇതിന്റെ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നത്. അപ്പൊ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പങ്ക്ച്വേഷൻ ഒക്കെ ഇടുമ്പം വാക്കിന്റെ അർത്ഥം പോലും ചിലപ്പോൾ ഇച്ചിരി മാറിപ്പോയേക്കാം. അപ്പൊ അത് തന്നെ ആയിരുന്നോ, ആയിട്ടത് ശരിയാണോ എന്ന് പോലും ഇന്നത്തെ കാലത്ത് പോലും ധാരാളം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കൃത്യമായ പരിഭാഷ കാലക്രമത്തിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുതിയൊരു വേർഷൻ ഇറങ്ങുമ്പോൾ നമ്മൾ അയ്യോ ഈ വേർഷൻ ഇതിങ്ങനെ വന്നാൽ എങ്ങനെ ശരിയാവുക എന്ന് ആശങ്കപ്പെടേണ്ടതില്ല. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ കയ്യെഴുത്ത പ്രതികളുടെ മേൽ ഇന്നും ധാരാളം ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഗവേഷണങ്ങൾ നടക്കുമ്പം ആ വാക്കിനെ കുറച്ചുകൂടെ കൃത്യമായ അർത്ഥത്തിൽ പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ ഞാൻ ഉദാഹരണങ്ങൾ പിന്നീടാണ് എല്ലാം പറയാം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഉദാഹരണത്തിന് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക എന്ന് പറയുന്ന വാക്കാണ്. സൂചിക്കുഴയിലൂടെ കടക്കുക, യഥാർത്ഥത്തിൽ സൂചിക്കുഴ എന്ന വാക്ക് സൂചിക്കുഴ എന്ന വാക്കും സൂചിക്കുഴയിലൂടെ കടക്കുക എന്താ കയറ് സൂചിക്കുഴയിലൂടെ കിടക്കുന്നു എന്നോ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നോ എന്നും തെറ്റിദ്ധരിപ്പിക്കാവുന്ന പോലെ കയർ എന്ന വാക്കും എന്താ പറയാ ഒട്ടകം എന്ന വാക്കും ഭയങ്കരമായ സമാനതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം കയറ് സൂചിക്കുഴയിലൂടെ കിടക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞതായിരിക്കാം അത് മാറ്റി എഴുതിയപ്പോൾ അതിനെ ഒട്ടകം എന്നായി മാറിപ്പോയിട്ടുണ്ടാവാം എന്ന് പോലും സംശയിക്കാം. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ആ പഠനങ്ങൾ നടക്കുന്നതിനനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിഭാഷകളിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന പരിഭാഷകളിൽ കൂടുതൽ കൃത്യതയും വളർച്ചയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ അതങ്ങ് അംഗീകരിക്കാവുന്ന കാര്യമാണ്. അത് സഭയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചും വിശുദ്ധ ഗ്രന്ഥ പഠനങ്ങളുടെ വളർച്ചയ്ക്ക് അനുസരിച്ചും ഒക്കെ ഇത് വളർന്നുകൊണ്ടിരിക്കും. ഇപ്പം നമുക്കിപ്പോഴാണെങ്കിൽ പോലും ഒത്തിരി വർഷങ്ങളെടുത്ത് നമ്മുടെ കേരള സഭയിലെ ബൈബിൾ പണ്ഡിതര് അവരുടെ നേതൃത്വത്തിൽ POC ബൈബിളിനെ കൂടുതൽ കൃത്യതയുള്ള പരിഭാഷയെ വരുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിന്റെയും വളരെ നല്ല ഒരു പരിഭാഷ ഇപ്പൊ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പൊ നമുക്കത് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് അതിനെ കുറച്ചുകൂടെ സന്തോഷത്തോടു കൂടെ സ്വീകരിക്കാൻ പറ്റും. ഇനി ഇംഗ്ലീഷ് ബൈബിളുകളെ കുറിച്ചൊക്കെ ആണെങ്കിൽ ഇതിനകത്തൊക്കെ എന്താ പറയാ പലതരത്തിലുള്ള പരിഭാഷകളുണ്ട്. പലരും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ പരിഭാഷപ്പെടുത്തിയതുണ്ട്. ഇങ്ങനെയാണ് കിങ് ജെയിംസ് വെർഷൻ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും പൊതുവിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇന്ത്യൻ കൂടെ പശ്ചാത്തലത്തിലൊക്കെ കുറച്ചുകൂടെ നന്നായി ഉപയോഗിക്കാവുന്നത് ലാംഗ്വേജ് വൈസ് ഒക്കെ നല്ലത് ഈ ന്യൂ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വെർഷനാണ്. NRSV എന്ന് വിളിക്കപ്പെടുന്ന നമ്മൾ ഒരു നീല നിറത്തിലൊക്കെ കാണാറുള്ള ബൈബിൾ. പണ്ട് ചുവന്ന ബൈൻഡിങ് ആയിരുന്നു, ഇപ്പൊ അത് നീല ബൈൻഡിങ്ങിലാണ് വരുന്നത്. NRSV ഒക്കെയാണ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്നാൽ പോലും ഞാൻ പേഴ്സണലായിട്ട് പോലും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പല പദങ്ങളും ചിലപ്പോഴൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഒരു ഇന്റർ ഡിനോമിനേഷണൽ ബേസിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത് പലപ്പോഴും പല കാത്തലിക് ബൈബിളുകളുടെ അകത്ത് പോലും കാണും. ഉദാഹരണത്തിന് നേരിട്ട് ബിഷപ്പ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതിനെ എൽഡർ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു.
നേരിട്ട് ബിഷപ്പ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതിന്, ഇപ്പൊ ഉദാഹരണത്തിന് തിമോത്തിയോസ് ലേഖനത്തിലോ തീത്തോസ് ലേഖനത്തിലോ ഒക്കെ എപ്പിസ്കോപ്പോസ് എന്ന വാക്കിനെ പല വിധത്തിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. എപ്പിസ്കോപ്പോസ് എന്ന് പറഞ്ഞാൽ മൂപ്പൻ എന്നാണ് അതിന്റെ റൂട്ട് അർത്ഥം. അതിനെ മൂപ്പൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ശ്രേഷ്ഠൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ബിഷപ്പ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഇന്ന് നമ്മൾ ആ പദത്തെ പോപ്പുലറായി എല്ലാവർക്കും അറിയാവുന്ന ബിഷപ്പ് എന്നാണ്. പക്ഷെ അതിനെ വളരെ ശുദ്ധാർത്ഥം ഉപയോഗിച്ചുകൊണ്ട് ഒരു എൽഡർ എന്നങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? അതെല്ലാവർക്കും സ്വീകാര്യമാണ്. അതായത് എന്താ പറയാ, ഏത് പ്രൊട്ടസ്റ്റന്റുകാരനും അതൊരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ അവിടെ കൃത്യമായി ഉദ്ദേശിക്കുന്ന എൽഡർ ആരാണ്? ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മെത്രാനാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന എൽഡർ. അപ്പൊ അതുകൊണ്ട് ഞാനിന്ന് നമ്മളൊരു ബൈബിളിനകത്ത് കുഴപ്പങ്ങൾ ഒത്തിരിയുണ്ട് എന്ന് പറയാന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞത് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരിഭാഷ എന്ന് പറഞ്ഞ ഒത്തിരി പേര് ഒരുമിച്ചിരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു വിഷയമാണ് അത്. അപ്പം നമുക്ക് വേണമെങ്കിൽ വളരെ ലൈറ്റായിട്ട് ഇതിനെ പരിഭാഷപ്പെടുത്താം, കുറെ കൂടെ കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്താം. പ്രത്യേകിച്ച് ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ളത് സഭാത്മക വിഷയങ്ങളെ കുറിച്ചുള്ള ട്രാൻസ്ലേഷനിലാണ്. അപ്പോൾ ഒരു സഭയുടെ സഭാത്മക പരിഭാഷകൾ അതിന്റെ സൂക്ഷ്മമായ പൂർണ്ണമായ അർത്ഥത്തിൽ അങ്ങ് നടത്താൻ കുറച്ചുകൂടെ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ അതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്താണെങ്കിൽ പോലും വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത്, നമ്മുടെ മലയാളം പുസ്തകത്തിനകത്ത് ഇപ്പൊ ചിലപ്പോൾ ഒരു ഉദാഹരണം പറയാം. ലാസറിന്റെ പുനരുത്ഥാനം എന്നാണ് അതിന്റെ ഒരു ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ആ ടൈറ്റിലുകൾ ഒരിക്കലും ബൈബിളിന്റെ ഭാഗമല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ടൈറ്റിലുകളൊക്കെ പിന്നീട് ആഡ് ചെയ്തിരിക്കുന്നതാണ്. നമുക്ക് എവിടെയാണ് ആ ഭാഗം വരുന്നത് എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ അതിന്റെ പർപ്പസ് ഉള്ളൂ. വാക്കുകളുടെ, വാചകങ്ങളുടെ നമ്പറുകൾ, അതുപോലെ ടൈറ്റിലുകൾ, ഹെഡിങ്ങുകൾ. ഇപ്പം ലാസറിന്റെ പുനരുത്ഥാനം അത് ഹെഡിങ് ആണ്. അത് ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാമത്തെ ചാപ്റ്റർ മുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് നമ്പർ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്പറുകൾ ലേറ്റർ അഡീഷൻ ആണ്. അവ ബൈബിളിന്റെ ഭാഗമല്ല, വിശുദ്ധഗ്രന്ഥത്തിന്റെ ഭാഗമല്ല ബൈബിൾ. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ കോദെക്സ് വത്തിക്കാനോസിനകത്താണല്ലോ, പ്രത്യേകിച്ച് അലക്സാണ്ട്രിയസിനകത്താണെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം, ഒരു സുവിശേഷം തീർന്നാൽ അവിടെ വെച്ച് തന്നെ അടുത്ത സുവിശേഷം തുടങ്ങുകയാണ്, പുതിയൊരു പേജിൽ പോലും അല്ല. അപ്പൊ അങ്ങനെ തുടർച്ചയായിട്ടാണ് ഇത് യഥാർത്ഥത്തിൽ എഴുതി പോയിട്ടുള്ളത്. ഇനി അതിനകത്ത് നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ ഹെഡിങ്ങുകളൊക്കെ. അപ്പൊ അതുകൊണ്ട് പള്ളിയിലൊക്കെ വായിക്കുമ്പം ഈ ടൈറ്റിൽ വായിക്കേണ്ടതില്ല. ടൈറ്റിൽ ഇപ്പൊ ഉദാഹരണത്തിന് ലേഖനം വായിക്കാമെന്ന് വിചാരിച്ചു. ലേഖനം വായിക്കാൻ നേരത്ത് ഇപ്പം എന്താ പറയാ, ഭാര്യാഭർത്തൃ ബന്ധത്തെ പറ്റി എന്നൊരു ടൈറ്റിൽ വായിച്ചിട്ട് ക്രിസ്തു തന്റെ ശരീരമായ സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് വായിച്ചു തുടങ്ങേണ്ട ആവശ്യമില്ല. ടൈറ്റിലുകൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഭാഗമല്ല. എനിവേ, അങ്ങനെ അല്ലേ പോലും ഇപ്പൊ ലാസറിന്റെ പുനരുത്ഥാനം എന്നാണ് ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. ലാസറിന്റേത് പുനരുത്ഥാനമല്ല. പുനരുത്ഥാനം മരിച്ച ശേഷം പിന്നീട് ആത്മശരീരങ്ങൾ വീണ്ടും സംയോജിക്കുന്ന സ്വർഗത്തിൽ നടക്കുന്ന സംഭവമാണ്. ലാസറിനെ സംബന്ധിച്ച് എന്താ സംഭവിക്കുക? പുനർജീവനമാണ് സംഭവിക്കുന്നത്. പുനർജീവനം, അതായത് ലാസറിന്റെ പഴയ ജീവനിലേക്ക് ലാസർ തിരിച്ചു വരിക മാത്രമാണ് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്നത് റീസസിറ്റേഷൻ എന്നാണ്. സസിറ്റേഷനോ അങ്ങനെ വായിച്ചാലും കുഴപ്പമില്ല. സസ്റ്റൈനിറ്റിയിലേക്കുള്ള തിരിച്ചുവരവാണ് യഥാർത്ഥത്തിൽ ലാസറിന് സംഭവിച്ചത്. പിന്നീട് ലാസർ ജീവിക്കുകയും, അദ്ദേഹം ഒരു മെത്രാനായിരുന്നു എന്ന് പാരമ്പര്യങ്ങളുണ്ട്. എന്നിട്ട് അദ്ദേഹം സ്വാഭാവികമായി പിന്നീട് മരിക്കുകയും, അങ്ങനെ പിന്നീട് പുനരുത്ഥാന നാളിൽ ലാസർ പുനരുത്ഥാനം സ്വീകരിക്കുകയും ചെയ്യും. പക്ഷെ ഈശോ ലാസറിന് അവിടെ വെച്ച് കൊടുക്കും. ലാസർ മരിച്ച് ലാസറിന്റെ വീട്ടിൽ ചെന്ന് സഹോദരിയോടൊക്കെ സംസാരിച്ചിട്ട് ലാസറിന് കൊടുക്കുന്നത് പുനരുത്ഥാനമല്ല, ലാസറിന് കൊടുക്കുന്നത് പുനർജീവനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ വാക്കുകൾക്കകത്ത് പോലും ഒത്തിരി അർത്ഥതലങ്ങളുണ്ട്. പുനരുത്ഥാനം, പുനർജീവനം രണ്ടാണ്. പുനരുത്ഥാനം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ശുദ്ധീകരണ സ്ഥലത്തിലേക്കോ ഉള്ള പ്രവേശനമാണ്. അതേസമയം പുനർജീവനം എന്ന് പറയുന്നത് ഈ മണ്ണിലേക്ക് തന്നെ വീണ്ടും ബയോളജിക്കലി തിരിച്ചു വരിക എന്ന് പറയുന്നതാണ്. ഈ പരിഭാഷകൾക്ക് അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പരിമിതികൾക്ക് സാധ്യതകൾ ഇപ്പോഴും ഉണ്ട്, ഇനിയും സാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഏതായിരുന്നാലും കത്തോലിക്ക സഭയുടെ അംഗീകാരമുള്ള, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസുകളുടെ അംഗീകാരമുള്ള ബൈബിളുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കുറച്ച് ഗ്രീക്കൊക്കെ പഠിച്ചു വേണമെങ്കിൽ, ഗ്രീക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പം. വായിക്കാൻ പഠിക്കാനും എഴുതാൻ പഠിക്കാനും ഭയങ്കര എളുപ്പം. ഒരു ഇച്ചിരി നേരം പണിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേണം ഗ്രീക്ക് എഴുതാനും വായിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ശകലമൊക്കെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം പുതിയ നിയമമല്ല, സുവിശേഷങ്ങളൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് നാളെന്ന് പണിയെടുത്ത് നമുക്ക് മലയാളം വായിക്കുന്ന പോലെ ഗ്രീക്ക് വായിക്കാനും എഴുതാനൊക്കെ പറ്റും. ഇത് ഇപ്പോൾ ഗ്രീസിൽ ഉപയോഗിക്കുന്ന ആ എക്സാക്ട് ലാംഗ്വേജ് അല്ല, ഇത് കുറച്ചുകൂടെ ആൻഷ്യന്റ് ഗ്രീക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ പൗരാണിക ഗ്രീക്ക് ഭാഷ നമ്മളിപ്പം അത് വിശുദ്ധഗ്രന്ഥമൊക്കെ രേഖപ്പെടുത്തിയ തരത്തിലുള്ള, ചുമ്മാ ആർക്കെങ്കിലും കൗതുകമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഗ്രീക്കൊക്കെ പഠിക്കുന്നതല്ലാണ്. ആ കുറച്ച് അക്ഷരങ്ങളല്ലേ ഉള്ളൂ, അത് കൂട്ടിച്ചേർത്ത് നമുക്ക് വായിക്കാൻ പല അക്ഷരങ്ങളും നമുക്ക് പരിചയമുള്ളതുമായിരിക്കും. ഇപ്പൊ ഈ പള്ളിക്കൂടത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പല അക്ഷരങ്ങളുമാണ് ഇതിനകത്തുള്ളത്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിനകത്തൊക്കെ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളൊക്കെയാണല്ലോ. അപ്പൊ അത് പഠിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്, കൂട്ടിച്ചേർത്ത് വായിക്കാനൊക്കെ. അല്ലെങ്കിൽ കുറെ ആൾക്കാർ
ഇതൊക്കെ ഭയങ്കര പ്രയോജനം. ഇപ്പൊ ഉദാഹരണത്തിന് മാർപ്പാപ്പയുടെ എംബ്ലത്തിൽ ഒരു എക്സും ഒരു പിയും കാണാം. ഇങ്ങനെ എക്സ് ഇട്ടിട്ട് പി ഇട്ടേക്കാം. ഇതെന്ത് പരിപാടിയാ എന്ന് ആളുകൾ വിചാരിക്കല്ലേ. അതുപോലെ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഭയങ്കര ഇപ്പൊ ക്രിസ്മസ് കാലമാണ്. ഇപ്പൊ തന്നെ മിക്കവാറും ഫേസ്ബുക്കിൽ ഉടനെ തന്നെ മെസ്സേജുകൾ വരാൻ തുടങ്ങും. ക്രിസ്മസിന് എക്സ്മസ് എന്ന് എഴുതുന്നു, അത് പൈശാചിക പ്രവൃത്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. സത്യത്തിൽ ഈ എക്സ് എന്താണ്? എക്സ് ഖ് എന്ന അക്ഷരമാണ്. ഖ് എന്ന അക്ഷരമാണ്, ഗ്രീക്ക് അക്ഷരമാണ്. അപ്പൊ ക്രിസ്തു എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് ഖ് എന്ന് എഴുതുന്നു. ആ എക്സ് ആണ് മാർപ്പാപ്പയുടെ എംബ്ലത്തിനകത്തുള്ള എക്സ്. അത് എക്സ് അല്ല, അത് ഖ് ആണ്. ഇനി അതിന് മുകളിൽ വെച്ചാൽ പി എന്താണ്? റ് ആണ്. ഖൃ എന്നാണ് അത് ആ വാക്ക്, ആ സ്വരം. അപ്പം മാർപ്പാപ്പയുടെ എംബ്ലത്തിലുള്ള ഈ എക്സും പിയും ആയിട്ട് നമ്മൾ വായിക്കുന്ന സൂത്രം കൃ ആണ്. ക്രിസ്തോസ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. അഥവാ മിശിഹായെ കുറിച്ചാണ്, മിശിഹായുടെ ഒരു ഷോർട്ട് ഫോം ആണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ ക്രിസ്മസ് എഴുതുന്നതിനകത്ത് എക്സ് -ബസ് എന്ന് എഴുതുന്നത് അർത്ഥപരമായിട്ടൊരു കുഴപ്പമില്ല, കാരണം അത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാണ്. പിന്നെ അത് അക്ഷരത്തിൽ ഫുള്ളായിട്ട് വേണേൽ എഴുതാണ് നല്ലത് എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഇങ്ങനെ അനുദിന ജീവിതത്തിൽ പോലും നമുക്ക് ഇതൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ചുമ്മാ ഇപ്പൊ ഓർമ്മ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എനിവേ, ഇങ്ങനെ ട്രാൻസ്ലേഷനെ കുറിച്ച് പറയാൻ അധികം ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ബേസിക്കലി നമുക്ക് അത്യാവശ്യമുള്ളത് ഒരു ട്രാൻസ്ലേഷൻ, നമുക്ക് പരിചയമുള്ള ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എനിക്ക് പേഴ്സണലായിട്ട് ഞാൻ എപ്പോഴാണേലും മലയാളത്തിലുള്ള പരിഭാഷ ഉപയോഗിക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ മാതൃഭാഷയിലാകുമ്പം നമുക്കതിന് കുറച്ചുകൂടി ആസ്വാദ്യതയുണ്ട്, ചെറുപ്പം മുതൽ കേട്ടു വളർന്നു വന്ന്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കൊരു ആവശ്യം വരുമ്പം അതിന്റെ മറ്റ് റൂട്ട് സോഴ്സുകളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്താൽ മതി എന്ന് ഞാനിങ്ങനെ ചുമ്മാ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏത് ബൈബിൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഒന്നാമത്തെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് അത് സഭയുടെ ഔദ്യോഗിക അംഗീകാരമുള്ളതാണോ എന്നാണ്. ഞാൻ ഓർക്കുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതിന് POCയുടെ നേതൃത്വത്തിലൊക്കെ ചെയ്തിട്ടുള്ള വളരെ സ്തുത്യർഹമായ സേവനം, അത് പലരും അതിനകത്ത് ഒത്തിരി ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് വിൻസെൻഷ്യൻ സമൂഹം, സന്യാസ സമൂഹം ഇതിനകത്ത് ഒത്തിരി മലയാളത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തെ സൗലഭ്യമാക്കുന്നതിന് ഒത്തിരി അധ്വാനിച്ചിട്ടുള്ള ഒരു സന്യാസ സമൂഹമാണ്. അതുപോലെ അങ്ങനെ ഇതിന്റെ പുറകിൽ അധ്വാനിച്ചിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊക്കെ വരുന്നതിന് മുൻപ് നമ്മുടെ നാട്ടില് പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകൾ ഭയങ്കര പ്രചാരം ഉണ്ടായിരുന്നു. പഴയ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിളക്കിന്റെ പടമൊക്കെയുള്ള ഒരു സത്യവേദ പുസ്തകം എന്ന് പറഞ്ഞിട്ടൊരു ബൈബിള് കാണുക എന്ന് പറഞ്ഞാൽ, കത്തോലിക്കരായ നമ്മൾ ബൈബിൾ പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ വിധത്തിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് നമ്മൾ അതിനെ കുറച്ചുകൂടെ കാര്യമായി ചെയ്തത്. ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് സ്വന്തമായിട്ടൊരു വിശുദ്ധഗ്രന്ഥത്തിന്റെ കോപ്പി ഉണ്ടായിരിക്കും നല്ലതാണ്. അതിനകത്ത് കുറച്ച് വരച്ചെന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല. ബൈബിളിൽ ചിലർക്ക് വരയ്ക്കാനും എഴുതാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടാവും. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അതിനകത്ത് മാർക്ക് ചെയ്യുകയും വേറൊന്നും എഴുതുന്നില്ലല്ലോ, അതിനകത്ത് നമുക്ക് ചില ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയോ അത് റെഫർ ചെയ്യുന്ന മറ്റു ഭാഗങ്ങളൊക്കെ സൈഡിലേക്ക് എഴുതുകയോ ചെയ്യുന്നത് ഒരു വലിയ കുറ്റകൃത്യമായിട്ട് കണക്കാക്കേണ്ടതില്ല നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ബൈബിളിനകത്തൊക്കെ. ഇനി വിശുദ്ധഗ്രന്ഥത്തിന്റെ വിവർത്തനങ്ങളെ കുറിച്ച് സഭയുടെ നിലപാട് എന്താണ് എന്നതിനെ കുറിച്ച് കേൾക്കാൻ പോകുന്നു. ക്രൈസ്തവ വിശ്വാസികൾക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളിലേക്കുള്ള അഭിഗമ്യത ഏറെ വിശാലമാകേണ്ടത് ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള ആക്സസിബിലിറ്റി അത് കൂടുതൽ ആകേണ്ടതുണ്ട് എന്ന് സഭ ആവശ്യപ്പെടുന്നു. അക്കാരണത്താൽ സഭ ആദ്യം മുതൽ സെപ്തുജിന്ത് എന്നറിയപ്പെടുന്ന പഴയനിയമ ഗ്രീക്ക് വിവർത്തനം സ്വന്തമായി സ്വീകരിച്ചു. മറ്റു വിവർത്തനങ്ങൾ പൗരസ്ത്യവും പാശ്ചാത്യവും, പൗരസ്ത്യ വിവർത്തനത്തിൽപ്പെടുന്നതാണ് പിശിത. പൗരസ്ത്യവും പാശ്ചാത്യവും, പ്രത്യേകിച്ച് ഉൾഗാത്ത എന്ന് വിളിക്കപ്പെടുന്നത്, എന്നും ബഹുമാന പുരസ്സരം സംരക്ഷിക്കുന്നു. ഈ സെപ്റ്റജിന്തിനെ കുറിച്ചും ഉൾഗാത്തയെക്കുറിച്ചുമാണ് നമ്മുടെ കൗൺസിൽ ഡോക്യുമെന്റ് എടുത്തു പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ദൈവവചനം എക്കാലവും എല്ലാ കാലഘട്ടങ്ങൾക്കും സുലഭമാകുക ആവശ്യമായതുകൊണ്ട് സഭ മാതൃസഹജമായ വ്യഗ്രതയോടെ യുക്തവും പ്രമാദരഹിതവുമായ വിവർത്തനങ്ങൾ വിവിധ ഭാഷകളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് എഴുതപ്പെടാൻ ശ്രദ്ധിക്കുന്നു. എന്ന് വെച്ചാൽ അതിന്റെ ഓരോ വാക്കും പ്രധാനപ്പെട്ടതാണ്. ദൈവവചനം എല്ലാ കാലത്തും, ഇന്നത്തെ കാലത്ത് മാത്രമല്ല പണ്ടും, എല്ലാ കാലഘട്ടങ്ങൾക്കും സുലഭമാക്കുക ആവശ്യമായതുകൊണ്ട് സഭ എപ്പോഴും അങ്ങനെ വിചാരിച്ചിരുന്നു. ഈ വിശുദ്ധ ഗ്രന്ഥം എല്ലാ കാലഘട്ടങ്ങൾക്കും സംലഭ്യമാകണം എന്ന് തിരുസഭ കാര്യമായി തന്നെ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് സഭ മാതൃസഹജമായ വ്യഗ്രതയോടെ, ഒരു അമ്മയ്ക്കുണ്ടാകുന്ന വ്യഗ്രത പോലെ, എന്റെ കുഞ്ഞിന് ഇത് കിട്ടണമല്ലോ എന്നതുപോലത്തെ വ്യഗ്രതയോടെ യുക്തവും പ്രമാദരഹിതവുമായ വിവർത്തനങ്ങൾ, യുക്തം എന്ന് പറഞ്ഞാൽ വളരെ പ്രോപ്പർ ആയിട്ടുള്ള വിവർത്തനങ്ങൾ, പലതും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് മലയാളത്തിൽ പോലും ചില ആളുകൾ സ്വന്തം നിലയ്ക്ക്, ഓശാന ബൈബിൾ ഒരു ഉദാഹരണമാണ്, സ്വന്തം നിലയ്ക്കുള്ള പരിഭാഷ നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ യുക്തവും പ്രമാദരഹിതവുമായ എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളില്ലാത്ത, പ്രമാദങ്ങളില്ലാത്ത, കുറ്റങ്ങളില്ലാത്ത വിവർത്തനങ്ങൾ വിവിധ ഭാഷകളിൽ, പ്രത്യേകിച്ച്
വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് എഴുതപ്പെടാൻ സാധിക്കുന്നു. എല്ലാ ഭാഷയിലും വിശുദ്ധ ഗ്രന്ഥം സംലഭ്യമാകണമെന്നാണ് തിരുസഭ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ ഭാഷകളിലും തന്നെ ഏതാനും കുറച്ച് ആളുകൾ മാത്രം സംസാരിക്കുന്ന ആഫ്രിക്കൻ ഭാഷകളിലൊക്കെ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭാഷകളിലും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പരിഭാഷകളുണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പം എടുത്തു പറയേണ്ട ഒന്ന് നമ്മുടെ ഭാരതത്തിൽ തന്നെയുള്ള ചില മിഷൻ സമൂഹങ്ങളൊക്കെയാണ്. അവര് ഭയങ്കര കാര്യമായി ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പരിഭാഷകളിൽ ഏർപ്പെടുന്നുണ്ട്, ചില അൽമായരുടെയൊക്കെ നേതൃത്വത്തിൽ. എന്നിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ സംലഭ്യമാക്കാനായിട്ടൊക്കെയുള്ള പരിശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്, പരിഭാഷകൾ തയ്യാറാക്കുന്നുണ്ട് സഭയുടെ അംഗീകാരത്തോടു കൂടെ. അപ്പൊ അവരെയും നമ്മൾ ഒത്തിരി പ്രാർത്ഥനയോടുകൂടെ ഓർക്കുകയൊക്കെ ചെയ്യേണ്ട ചില മിഷനുകളൊക്കെ ഉണ്ട് കേരളത്തിൽ എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ പിന്നീട് എപ്പോഴും അവരെ കുറിച്ച് പറയാൻ പറ്റുകയാണെങ്കിൽ പറയാം. അത് സഭയുടെ അംഗീകാരത്തോടു കൂടെ അത് അവർ ചെയ്യുന്നത് ഭയങ്കര ഉചിതമായ കാര്യമാണ്. ഇനി അടുത്ത അവസരം ലഭിക്കുമ്പോഴും സഭാധികാരികൾ അനുവദിക്കുമ്പോഴും വേർപെട്ട സഹോദരരോടൊത്ത് പ്രവർത്തിച്ച് അവ നിർമ്മിക്കുമെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു എന്ന് സഭ അതിനെക്കുറിച്ച് പറയും. ഇതിനകത്തുള്ളൊരു പ്രോബ്ലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. വേർപെട്ട സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റുകാരെ അല്ല ഉദ്ദേശിക്കുന്നത്. കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് പിന്നീട് പിരിഞ്ഞു പോയ ഓർത്തഡോക്സ് പോലെ ഉള്ള വിഭാഗങ്ങൾ, ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭാ സമൂഹങ്ങൾ, അവരെയും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ക്രൈസ്തവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ്. ഇനി അത് ചിലപ്പോൾ വളരെ സൂക്ഷ്മമായ ചില കാര്യങ്ങൾക്കകത്തൊക്കെ ചിലപ്പം ശകലം ആശങ്കകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷെ എന്നാൽ അതേസമയം പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങൾ അതിന് കൂട്ടു നിൽക്കുകയുമില്ല. കാരണം പ്രത്യേകിച്ച് അവർ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന പല ഭാഗങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഉദാഹരണത്തിന് മരിച്ചവരോടുള്ള ബന്ധത്തെക്കുറിച്ച്, പരിശുദ്ധ കന്യകാമറിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സഭയുടെ ക്രമത്തെക്കുറിച്ച്, മെത്രാൻ സ്ഥാനം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ അവർ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിനെ ലൈറ്റൻ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അതിന്റെ പരിമിതികൾ അവിടെയുണ്ട് എന്ന് നമ്മൾ അറിയണം. അത്തരം കാര്യമാണ് ഈ ട്രാൻസ്ലേഷനെ കുറിച്ച് കൗൺസിൽ പറയുന്നത്. ഇനി 23-ാമത്തെ പാരാഗ്രാഫില് ഈ വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതരുടെ ദൗത്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ബൈബിൾ സ്കോളേഴ്സ് എന്നാണ് അവരെ വിളിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് നേരെ പഠിക്കുന്ന ആളുകളുടെ അവർക്ക് ഒരു ശ്ലൈഹിക ഉത്തരവാദിത്വമുണ്ട് എന്ന് തിരുസഭ പഠിപ്പിക്കും. അവർക്ക് ഒരു ശ്ലൈഹിക ഉത്തരവാദിത്വം. അതെങ്ങനെയാണ്? ശരീരം ധരിച്ച വചനത്തിന്റെ മണവാട്ടി, തിരുസഭയാണല്ലോ ശരീരം, വചനം മാംസം ധരിച്ച വചനത്തിന്റെ മണവാട്ടിയാകുന്ന തിരുസഭ പരിശുദ്ധാത്മാവാൽ പഠിപ്പിക്കപ്പെട്ടവളായി. അവൾ പഠിപ്പിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിലാണ്. അതായത് മിശിഹായുടെ ശരീരം സ്വീകരിച്ച വചനത്തിന്റെ മണവാട്ടിയാകുന്ന അഥവാ മിശിഹായുടെ മണവാട്ടിയാകുന്ന പരിശുദ്ധ സഭ പഠിപ്പിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. അവൾ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ കൂടുതൽ അഗാധമായ അറിവിലേക്ക് നടന്നെടുക്കാൻ അനുദിനം പരിശ്രമിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഡീപ്പായിട്ടുള്ള അഗാധമായ അറിവിലേക്ക് നടന്നെടുക്കാൻ അനുദിനം പരിശ്രമിക്കുന്നു. ഈ അറിവ് ബൈബിളിന്റെ എല്ലാ മേഖലകളെ കുറിച്ചുള്ള അറിവാണ്. അതിന്റെ എല്ലാ പഠന മേഖലകളെ കുറിച്ചുള്ള അറിവാണ്. അനുദിനം പരിശ്രമിക്കുന്നു. തന്റെ മക്കളെ ദൈവത്തിന്റെ സന്ദേശം കൊണ്ട് നിരന്തരം തീറ്റിപ്പോറ്റാൻ വേണ്ടിയാണ് സഭ മക്കളെ തന്റെ സന്ദേശം കൊണ്ട് നിരന്തരം തീറ്റിപ്പോറ്റാൻ വേണ്ടിയാണ്. അഥവാ വചനം ഭക്ഷിക്കാൻ കൊടുക്കാൻ വേണ്ടി എന്നാണ്. ഒരു അമ്മ കുഞ്ഞിന് ഭക്ഷിക്കാൻ കൊടുക്കുന്നത് പോലെ തിരുസഭാ മാതാവ് തന്റെ മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് തിരുവചനമാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ സഭാമാതാവിന് വലിയ ശ്രദ്ധയുണ്ട്. ഇനി അതുകൊണ്ട് 2-3 കാര്യങ്ങൾ എടുത്തു പറയാണ്. ഒന്ന്, അതുകൊണ്ട് പൗരസ്ത്യരും പാശ്ചാത്യരുമായ വിശുദ്ധ പിതാക്കന്മാരുടെയും, ഒന്നാമത്തേത് എന്താണ്, ഈ പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെയും പാശ്ചാത്യ സഭാപിതാക്കന്മാർ ഉൾപ്പെടുന്ന സഭാപിതാക്കന്മാരുടെയും വിശുദ്ധ ആരാധനാക്രമങ്ങളുടെയും പഠനവും, അതായത് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പഠനം കൂടിയാണ്. ആരാധനകളുടെ പഠനവും സഭ വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. സഭ അതിനെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പ്രോത്സാഹിപ്പിക്കുന്നത് പല വിധത്തിലാണ്. അതിനുവേണ്ടി ഓപ്പൺ ചെയ്തു കൊടുക്കുന്നു. അതിനുവേണ്ടിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥാപിക്കാനും അവിടെയൊക്കെ പ്രൊഫസേഴ്സിനെ വെക്കാനും ഒക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അതോടൊപ്പം അതിന് പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. അത് എഴുതുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. അതൊക്കെ സഭ ചെയ്തുകൊണ്ടിരിക്കും. ഇനി അടുത്തത്, കത്തോലിക്കരായ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ മറ്റ് വിശുദ്ധ ദൈവശാസ്ത്ര പഠിതാക്കളോട് സ്വോത്സാഹം ഒരുമിച്ച് വിശുദ്ധ സഭാ പ്രബോധനാധികാരത്തിന്റെ മേൽനോട്ടത്തിൽ ഉചിതമായ രീതികൾ അവലംബിച്ച്
വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ ബൈബിൾ സ്കോളേഴ്സിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ വളരെ കോൺക്രീറ്റ് ആണ്. അത് ഓരോന്നും ഞാൻ എടുത്തു പറയാം. ഒന്ന്, ഈ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാക്കളുണ്ടല്ലോ, അതായത് സ്ക്രിപ്ചറൽ എക്സജസ്റ്റുകൾ, വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്ന ആളുകൾ, അവരെന്ത് ചെയ്യണം? അവര് മറ്റ് വിശുദ്ധ ദൈവശാസ്ത്ര പഠിതാക്കളോട്, അതായത് പണ്ഡിതരോട്, തിയോളജിയുടെ മറ്റ് ബ്രാഞ്ചുകളിലുള്ള ഡോഗ്മാറ്റിക് പോലെയുള്ള വിഷയങ്ങളുടെ സ്കോളേഴ്സിനോട് അവരോട് ഉത്സാഹത്തോടു കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കണം. എന്ന് പറഞ്ഞാൽ ബൈബിൾ പഠനം വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്, നിങ്ങൾ വേറെ കാര്യം നോക്കുക, ഞങ്ങളടുത്ത് തീരുമാനം, അങ്ങനെയല്ല. അവരോട് ഒരുമിച്ച് വേണം പ്രവർത്തിക്കാൻ, അവരോട് സോത്സാഹം ഒരുമിച്ച്. ഈ ഒരുമിച്ച് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. ഒരുമിച്ച് എന്നൊരു പ്രധാനപ്പെട്ട വാക്കാണ്. അതുകൊണ്ട് ബൈബിൾ പഠനം അതിൽ തന്നെ പൂർണ്ണമാവില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഡോക്ട്രൈനൽ വിഷയങ്ങളുടെ പശ്ചാത്തലം കൂടാതെ ബൈബിൾ പഠനം അതിൽ തന്നെ പൂർണ്ണമാവില്ല. കാരണം എന്താണ്? അങ്ങനെ സംഭവിച്ചാൽ അത് പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ പഠനം പോലെ ആയിപ്പോകും. പ്രൊട്ടസ്റ്റന്റുകാർ ബൈബിൾ പഠിക്കാറുണ്ട്, പക്ഷെ പ്രശ്നം എന്താണ്? സഭയിൽ നിന്ന് ശ്ലീഹന്മാർ സ്വീകരിച്ചതും കൈമാറിയതുമായ സത്യവിശ്വാസം അതിൽ നിന്ന് വേർപെട്ടിരിക്കും. ആ സത്യവിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിലെ ബൈബിൾ വായിക്കാവുള്ളൂ. അതാണ് അതിന്റെ പ്രശ്നം. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന ദൈവശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി കൂടിയാലോചിച്ചും അവരോടൊപ്പം ഇരുന്നും വേണം വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പഠനം അല്ലെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻസ് നടത്താൻ ഒത്തൊരുമിച്ച്. അടുത്തത്, വിശുദ്ധ സഭാ പ്രബോധന അധികാരത്തിന്റെ മേൽനോട്ടത്തിൽ വേണം അത് ചെയ്യാൻ. അതായത് മജിസ്തേരിയത്തിന്റെ, സഭാപ്രബോധനത്തിന്റെ അധികാരം, അതായത് മാർപ്പാപ്പ തലവനായിരിക്കുന്ന മെത്രാൻ സംഘമാണ് മജിസ്തേരിയം. മാർപ്പാപ്പ തലവനായിരിക്കുന്ന മെത്രാൻ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ വേണം ഈ വിശുദ്ധ ഗ്രന്ഥ പഠനം ഈ ഗവേഷകർ, വിശുദ്ധ ഗ്രന്ഥ ഗവേഷകർ, റിസർച്ച് ചെയ്യുന്നവർ അവർ അത് നടത്താൻ മേൽനോട്ടത്തിൽ. അടുത്തത്, ഉചിതമായ രീതികൾ അവലംബിച്ച്. അടുത്ത കാര്യം ഇതാണ്, ഉചിതമായ രീതികൾ അവലംബിക്കണം. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് ടെക്സ്ച്വൽ ക്രിട്ടിക്കൽ മെത്തേഡ് മാത്രം ഉപയോഗിക്കാം. എന്ന് പറഞ്ഞാൽ ടെക്സ്ച്വൽ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ആ ടെക്സ്റ്റിനെ മാത്രം, വേറെ ഒന്നും ബാധകമല്ല, ടെക്സ്റ്റ് എന്ത് പറയുന്നു എന്ന് മാത്രം നോക്കലാണ് അത്. നരേറ്റീവ് ക്രിറ്റിസിസം എന്നുണ്ട്. ആ നരേഷൻ എന്താണ് പറയുന്നത്, എന്താണ് ആ നരേഷൻ സംസാരിക്കുന്നത്? അപ്പൊ അതിനകത്ത് എങ്ങനെ, ഇപ്പൊ നരേറ്റീവ് ക്രിറ്റിസിസം എന്നൊക്കെ പറഞ്ഞാൽ അന്തർലീന വായനക്കാരൻ ഒരു കാര്യത്തെ വായിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കാണുന്നത് പോലെ കാണാൻ ശ്രമിക്കലാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഉദാഹരണം പറയാം. ഈ നരേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പറഞ്ഞാണ് സുവിശേഷത്തെ അവർ കഥയായി കണക്കാക്കും. ഈ കഥയ്ക്കകത്ത് കഥാപാത്രങ്ങളുണ്ട്, അതിനകത്തൊരു വായനക്കാരനായ നമ്മളുണ്ട്, നമ്മൾ അതിനകത്താണ് എന്നാണ് സങ്കല്പം. അപ്പം അതിനകത്ത് ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കുന്ന ഒരു വായനക്കാരൻ എങ്ങനെ ഗ്രഹിച്ചോ അതുപോലെ സുവിശേഷം വായിച്ച് ഗ്രഹിക്കുക എന്നുള്ളതാണ് അതിന്റെ ബേസ് പ്രിൻസിപ്പിൾ. ഈ പറഞ്ഞ നരേറ്റീവ് ക്രിറ്റിസിസത്തിന്റെ അതൊരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ രീതിയാണത്. അതിന്റെ ഒരു കഥനത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു, ആ കഥയുടെ ഭാഗമാകുന്നു. ഈശോ ഇങ്ങനെ നടക്കുന്നു, അപ്പൊ കൂടുതൽ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്നു. ഒരു ക്യാമറമാൻ, ഒപ്പിയെടുക്കുന്ന ക്യാമറമാൻ ഇതൊക്കെ കാണുന്നത് പോലെ അതിനുള്ളിൽ പ്രവേശിക്കുന്നു. അപ്പം അവരുടെ കാഴ്ചപ്പാടിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അകത്ത് തന്നെ ഈ വായിക്കുന്നയാളും ഒരു കഥാപാത്രമായിട്ടുണ്ട് എന്നൊക്കെ അവർ കരുതും. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ് അത്. പക്ഷെ അതിന്റെ ഒരു പോരായ്മ വിശുദ്ധ ലിഖിതങ്ങളെ ഒരു കഥയുടെ ലെവലിലേക്ക് ഒതുക്കുന്നു എന്നുള്ളതാണ്. ഒരു കഥയുടെ ലെവലിലേക്ക് ഒതുക്കുന്നു. ആ കഥയും കഥാപാത്രങ്ങളും കഥയുടെ പ്ലോട്ടും ഒക്കെയാണ് അവിടുത്തെ പ്രധാന വിഷയം. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ ഒരു കാര്യം ഇങ്ങനെ. അപ്പൊ അതിനകത്തുള്ള പരസ്പര ബന്ധങ്ങളും ഒക്കെ ഒരു വളരെ രസകരമാണത്, വളരെ രസമാണ്. രസകരമായി വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷെ അതിനകത്ത് എന്ത് നഷ്ടപ്പെടും അറിയാമോ? മിശിഹായുടെ ദൈവത്വം അതിനകത്ത് നരേറ്റഡ് ആണ് സ്വാഭാവികമായും, പക്ഷെ അതിന്റെ എംഫസിസിനകത്ത് കുറവ് വരും. അതുപോലെ അതിന്റെ ഡോക്ട്രൈനൽ എലിമെന്റ്സിനകത്ത് കുറവ് വരും. സഭയുടെ പ്രബോധനങ്ങൾ അതിനകത്ത് കുറവ് വരും. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒരു ടെക്സ്റ്റിനകത്ത് മാത്രം കയറി വായിക്കുക എന്ന് പറയുന്നത് ഏതാണ്ട് പ്രൊട്ടസ്റ്റന്റുകാർ ചെയ്യുന്ന പോലത്തെ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ഇതിനെ പൂർണ്ണമായിട്ട് അങ്ങ് തള്ളിക്കളയേണ്ട കാര്യമില്ല. അതുപോലെ മറ്റൊന്നാണ് ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര നിരൂപണ എന്നോ അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയുന്നു, ചരിത്രാത്മക നിരൂപണം എന്നോ അങ്ങനെ ഉണ്ടാകുക. അപ്പൊ ഈ ചരിത്ര നിരൂപണം ഈ ഹിസ്റ്ററിയിൽ നടന്ന ചരിത്രപുരുഷനായ ഈശോയെ അവതരിപ്പിക്കുന്നതാണ്. അതായത് ചരിത്രത്തിലെ ഈശോ എങ്ങനെയാണത്, അവിടുന്ന് എങ്ങനെയായിരുന്നു ചരിത്രത്തിൽ, ഇതാണ് അതിന്റെ ചർച്ചാ വിഷയം. അപ്പൊ അതുകൊണ്ട് അത് ആവശ്യമല്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ശരിക്കും പറഞ്ഞ ആവശ്യമാണ്. കാരണം ഒരു എന്താ പറയാ, ഹിസ്റ്റോറിക്കൽ ജീസസിനെ കണ്ടെത്താൻ ചരിത്രപുരുഷനായ മിശിഹായെ അവതരിപ്പിക്കാൻ അത്യാവശ്യമാണ്. പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്. ചരിത്രപുരുഷനായ ഈശോയിൽ ദൈവപുത്രനായ ഈശോയെ കണ്ടുപിടിക്കാത്ത എളുപ്പമായിരിക്കില്ല. ഈ മണ്ണിൽ ഇവിടെ ജീവിച്ചു പോയ ഒരു ഈശോയെ കുറിച്ച് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സംസാരിക്കാൻ പറ്റും. പക്ഷെ അവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. അവിടെ വെച്ച് നിർത്തി എന്ത് പറ്റും?
അത് അപൂർണമായി പോകും. കാരണം ഈ ദൈവപുത്രനായ ഈശോയും ചരിത്ര പുരുഷനായ ഈശോയും തമ്മിൽ അകലമുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആയിട്ട് അവതരിപ്പിക്കാൻ അത് മതി. പക്ഷേ അവിടുന്ന് ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ വേറൊരു ടൂൾ ആവശ്യമുണ്ടെന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ എപ്പോഴും ആവർത്തിച്ച് പഠിപ്പിക്കും. ആ ടൂൾ എന്നറിയാം, ഇത്ര നേരം പറഞ്ഞൊന്നുമല്ല. ആ ടൂളിന്റെ പേരാണ് ഫെയ്ത്ത് ഓഫ് ദ ചേർച്ച്, തിരുസഭയുടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അതായത് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ ഏറ്റവും നല്ല വ്യാഖ്യാന മാർഗം, വ്യാഖ്യാന ഉപകരണം, ടൂൾ, ഉചിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് എന്ന് നമ്മളിപ്പോൾ വായിച്ചു, ഉചിതമായ രീതികൾ അവലംബിച്ച്. ഏറ്റവും ഉചിതമായ രീതി എന്ന് പരിശുദ്ധ പിതാവ് ബെനഡിക്റ്റ് മാർപ്പാപ്പ എപ്പോഴും എംഫസൈസ് ചെയ്ത് സംസാരിക്കുന്നത് സഭയുടെ വിശ്വാസം എന്നാണ്. എന്ന് വെച്ചാൽ സഭയുടെ വിശ്വാസത്തിൽ നിന്ന് വേണം ബൈബിളിനെ വായിക്കാൻ, സഭയുടെ വിശ്വാസത്തിനകത്ത് നിന്ന് വേണം വിശുദ്ധ ഗ്രന്ഥത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കാൻ. കാരണം സഭയുടെ വിശ്വാസത്തിന്റെ ഉള്ളിലാണ് ഇത് രേഖപ്പെടുത്തപ്പെട്ടത്, അതിനുള്ളിലാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, അത് പകർന്നു കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സഭയുടെ വിശ്വാസത്തിലാണ് അവിടുന്ന് ദൈവപുത്രനായിരിക്കുന്നു എന്ന കാര്യം അറിയാവുന്നത്. അല്ലാണ്ട് ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ അവിടുത്തെ ദൈവത്വത്തെക്കുറിച്ച് പറയാൻ പറ്റും, പക്ഷേ അത് അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ടൂളുകളൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ ആ ടൂളുകളിലേക്ക് ഏറ്റവും മുകളിൽ നിൽക്കേണ്ട ടൂൾ അത് സഭയുടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു ടൂളാണ്. അതുകൊണ്ട് ബൈബിൾ വായിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അതിനെക്കുറിച്ച് കാര്യമായി പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ എപ്പോഴും ഇവിടെ നിന്ന് വേണം അത് വായിക്കാൻ. അതായത് പരിശുദ്ധ സഭ മനസ്സിലാക്കിയ വചനത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരുസഭ ഗ്രഹിച്ച വചനത്തെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അഥവാ തിരുസഭയാണ് വചനത്തെ ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്, വ്യാഖ്യാനിക്കാൻ കെൽപ്പുള്ളത്. അപ്പൊ അതുകൊണ്ട് തിരുസഭ എങ്ങനെയായിരുന്നു ഈ വചനത്തെ മനസ്സിലാക്കിയത് എന്ന യാഥാർത്ഥ്യം കണ്ടെത്താൻ നടത്തുന്ന ശ്രമങ്ങളായിരിക്കും ഒരുപക്ഷെ ഏറ്റവും നല്ല വിശുദ്ധഗ്രന്ഥ പഠനമായി മാറുക. അതുകൊണ്ട് നിങ്ങൾക്ക് ബൈബിൾ പഠനത്തിനൊക്കെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ കോളേജിലൊക്കെ ചേരുന്നൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ ഒരു ഫോക്കസ് ഇതായിരിക്കട്ടെ. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. സഭയുടെ വിശുദ്ധ ഗ്രന്ഥം, സഭയുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഇന്റർപ്രിട്ടേഷൻ, അതാണ് അതിന്റെ ഐഡിയ. അപ്പൊ അതുകൊണ്ട് ഉചിതമായ രീതികൾ അവലംബിച്ച് അടുത്തത് വിശുദ്ധ ലിഖിതങ്ങൾ പരിശോധിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ആര്? ഈ വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതര് അതിനെ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതുവഴി എന്തുണ്ടാവും? അതുവഴി കൂടുതൽ ദൈവവചന ശുശ്രൂഷകർക്ക് വേദഗ്രന്ഥ ഭക്ഷണം ദൈവജനത്തിന് ഫലപ്രദമായി വിതരണം ചെയ്യാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ ശുശ്രൂഷകരല്ല, വിശുദ്ധഗ്രന്ഥത്തിന്റെ ശുശ്രൂഷകർ, അവർക്ക് ഈ ഗവേഷകരുടെ പഠനം വഴി കൂടുതൽ നന്നായി ഈ വചന ഭക്ഷണം ജനത്തിന് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ശുശ്രൂഷകർ ഈ വിശുദ്ധഗ്രന്ഥ പണ്ഡിതരാൽ പഠിപ്പിക്കപ്പെടണം എന്നാണ് അതിന്റെ സിമ്പിൾ അർത്ഥം. ഇനി ഇത് മനസ്സ് പ്രകാശിപ്പിക്കുകയും ഇച്ഛാശക്തി ബലപ്പെടുത്തുകയും, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മനസ്സിനെ പ്രകാശിപ്പിക്കുകയും ഇച്ഛാശക്തി, വില്ലിനെ ബലപ്പെടുത്തുകയും മനുഷ്യ മനസ്സുകൾ ദൈവസ്നേഹത്തിലേക്ക് പ്രോജ്വലിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്ന് പറഞ്ഞാൽ കൃത്യമായ പഠനത്തോടുകൂടെ സുവിശേഷ പ്രബോധനം നടത്തുന്ന വഴി. ഇനി അടുത്തത്, വേദപുസ്തക പഠനത്തിൽ വ്യാപൃതരായിരിക്കുന്ന സഭാസന്താനങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധഗ്രന്ഥ പഠനത്തിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന സഭയുടെ അംഗങ്ങൾ സസന്തോഷം ആരംഭിച്ചിരിക്കുന്ന ജോലി അനുദിനം നവോന്മേഷത്തോടെ സർവപരിശ്രമവും ചെയ്ത് സഭയുടെ മനോഭാവത്തിന് അനുസൃതമായി തുടരാൻ ഈ പരിശുദ്ധ സൂനഹദോസ് പ്രോത്സാഹനം നൽകുന്നു. അങ്ങനെയാണ് ആ പാരഗ്രാഫ് അവസാനിക്കുന്നത്. അതായത് സഭയുടെ മനോഭാവത്തിന് അനുസൃതമായി തുടരണം എന്ന ഒരു ക്ലോസ് അതിനകത്ത് വളരെ പ്രസക്തമായിട്ടുണ്ട്. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള വിധത്തിലുള്ള ഒരു പഠനം നടത്തുകയല്ല, സഭയുടെ ഹൃദയത്തിന് യോജിച്ച തരത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥ പഠനം പങ്കുവയ്ക്കൽ നടത്തണം എന്നാണ് അതിന്റെ ഉള്ളർത്ഥം. ഇനി അടുത്ത ഭാഗം ദൈവശാസ്ത്രവും ഈ പറയുന്ന വിശുദ്ധ ലിഖിതവും തമ്മിലുള്ള ബന്ധമാണ്. അതായത് തിയോളജിയൻസും വിശുദ്ധ ഗ്രന്ഥവും. പലപ്പോഴും ആളുകൾ ഈ തിയോളജിയെ മനസ്സിലാക്കുന്നത് എന്തൊക്കെയോ കുറെ പഠനം എന്നാണ്, മനുഷ്യന് മനസ്സിലാകാത്ത എന്തൊക്കെയോ വിഷയങ്ങൾ പഠിക്കുന്നു എന്നാണ്. ഇനി വലിയൊരു പരിധി വരെ തിയോളജിയൻസിന്റെ ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അവരുടെ ഒരു ഫൗണ്ടേഷൻ ലോജിക്കൽ റീസണിങ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ തിയോളജിക്കൽ ബുക്സ് ഒക്കെ ഒത്തിരി വായിച്ചാൽ അതിനകത്ത് ഒത്തിരി റാഷണൽ എലമെന്റ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ അപ്രോച്ച് ടു ദ ഡിവൈൻ മിസ്റ്ററീസ് അതിനകത്ത് കാണും. എന്നാൽ ഇവിടെ ഇന്ന് ഈ കൗൺസിൽ പറയുന്ന മറ്റൊരു കാര്യമാണ്, വിശുദ്ധ ദൈവശാസ്ത്രം എഴുതപ്പെട്ട വചനത്തിലും അതോടൊപ്പം വിശുദ്ധ പാരമ്പര്യത്തിലും ശാശ്വതമായ അടിസ്ഥാനത്തിൽ എന്നതുപോലെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. എന്ന് വെച്ചാൽ തിയോളജിയുടെ ഫൗണ്ടേഷൻ എന്താണ്? സേക്രഡ് സ്ക്രിപ്ചറും സേക്രഡ് ട്രഡീഷനുമാണ്.
അല്ലാതെ ഇന്റലക്ച്വൽ ജിംനാസ്റ്റിക്സ് അല്ല. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും ഒരിക്കലും പൊളിച്ചു മാറ്റാൻ കഴിയാത്ത ഉറപ്പുള്ള അടിസ്ഥാനങ്ങളായി സഭയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും ദൈവശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ 2 കാര്യങ്ങളിൽ മുറുകെ പിടിക്കണം. ഒന്ന്, വിശുദ്ധ ലിഖിതങ്ങൾ. 2, വിശുദ്ധ പാരമ്പര്യം, സേക്രഡ് സ്ക്രിപ്ചർ, സേക്രഡ് ട്രഡീഷൻ. ഞാനിത് പറയാനുള്ള കാരണം പലപ്പോഴും നമ്മുടെ ആളുകൾ ഒത്തിരി തിയോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അച്ഛന്മാരൊക്കെ തിയോളജി പഠിക്കണമല്ലോ, അപ്പൊ ഞങ്ങൾക്കും പഠിക്കണമെന്ന് ഒത്തിരി നല്ല മനസ്സുള്ള ആളുകൾ ആഗ്രഹിക്കാറുണ്ട്. ഇന്ന് സെമിനാരികളിലും പല ഫാക്കൽറ്റികളിലും അൽമായർക്ക് തിയോളജി പഠിക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. സെനിസ്റ്റർ പോലുള്ള ആളുകളെയൊക്കെ തിയോളജി പഠിക്കാനായിട്ട് എന്നും പറഞ്ഞ് വിടാറുമുണ്ട്. ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കുഴപ്പത്തെക്കുറിച്ച് മാത്രം പറയാം. തിയോളജി പഠിക്കുമ്പം, തിയോളജി എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഇതാണ് തിയോളജി എന്ന് ഇരിക്കെ നമ്മുടെ പല ഫാക്കൽറ്റികളിലും തിയോളജി പഠിപ്പിക്കുമ്പം അവിടെ ഏറ്റവും മുഴച്ചു നിൽക്കുന്നത് എന്താണെന്ന് അറിയാമോ? തിയോളജിയൻസ് ആണ്. ഇന്ന ദൈവശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറയുന്നു, കാൾറാൻഡ് ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഇനിയാള് ഇങ്ങനെ പഠിപ്പിക്കുന്നു, ബാൻഹോഫ് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങുന്ന അങ്ങനെ ഒത്തിരി ദൈവശാസ്ത്രജ്ഞന്മാരുടെ കോൺട്രിബ്യൂഷൻസിന്റെ മേൽ പഠനം നടക്കുന്നത് നമ്മൾ കാണും. റാറ്റ്സിംഗർ പഠിപ്പിക്കുന്ന ഇതാണ്, റാനർ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പഠിക്കുന്നതും പറഞ്ഞതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്. അതിൽ മിക്കതും ദൈവശാസ്ത്ര അഭിപ്രായങ്ങളാണ്, തിയോളജിയൻസിന്റെ ഒപ്പീനിയൻസ് ആണ്. എന്നാൽ അതിന് മുൻപ് പോകേണ്ട ഒരു കാര്യമുണ്ട്. കാത്തലിക് ഡോക്ട്രിൻസ് ആണത്. സത്യവിശ്വാസം ആദ്യം പഠിക്കണം. കാറ്റഗീസിസ് വേണമെന്ന അതിന്റെ സിമ്പിൾ അർത്ഥം. ഏറ്റവും താഴത്തെ ലെവലിൽ കാറ്റഗീസിസ്, അതിന് മുകളിൽ ഡോക്ട്രൈനൽ വിഷയങ്ങൾ, അതിന്റെ മുകളിലെ തിയോളജിയൻസിനെ കേൾക്കാൻ പോകേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടും കൂടെയുള്ള അഭിപ്രായം. കാരണം തിയോളജിയൻസ് എഴുതുമ്പം അവരെന്തു എഴുതും? അവരുടെ അഭിപ്രായങ്ങളെല്ലാം, അവർ വ്യാഖ്യാനിക്കുന്ന വിധങ്ങളെല്ലാം അതിനകത്തുണ്ടാവും. എന്നാൽ അതിനു മുൻപ് ഈ വിഷയത്തെക്കുറിച്ച് തിരുസഭ എന്താ പറയുന്നതെന്ന് ആദ്യം അറിയണം. അത് ആദ്യം അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഈ തിയോളജിയൻസിന്റെ ഒപ്പീനിയൻസ് ഹോൾഡ് ചെയ്യുന്ന ആളുകളായിരിക്കും. തിയോളജിയൻസിന്റെ ഒപ്പീനിയൻസ് നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. സഭയുടെ ഡോക്ട്രിൻസ് ആണ് ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും തിയോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഡോക്ട്രൈനൽ എന്താ പറയാ കോഴ്സ് ആണോ എന്ന് ആദ്യം ചോദിക്കണം. അങ്ങോട്ട് ചോദിക്കാം, പഠിക്കാനായിട്ടൊരു കോഴ്സ് ചേരാൻ പോവാണ്, വെറും തിയോളജി ആണോ, എന്താണ് അതിന്റെ ഫൗണ്ടേഷൻ എന്ന് ചോദിക്കണം. പലപ്പോഴും പല സ്ഥലത്തും എൻ്റെ എക്സ്പീരിയൻസ് കണ്ടിട്ടുള്ളത് ഒരു കുറച്ച് ഹൈ ലെവലിലുള്ള തിയോളജിക്കൽ ഡിസ്കോഴ്സുകളാണ് നടക്കുന്നത്. എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ബേസിസ് ഇല്ലാത്ത ആളുകൾ അതിലേക്ക് മാത്രം പെട്ടെന്ന് ചാടി കഴിയുമ്പം അവർ പെർപ്ലക്സ് ആവും. ഉറച്ച അടിത്തറകളുള്ളവർ അതിന്റെ മുകളിൽ നടത്തുന്ന സർക്കസുകൾ അതാണ് ശരിയെന്ന് ചുമ്മാ വിചാരിക്കാനായിട്ട് കാരണമായി തീരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ചുമ്മാ ചാടിക്കയറി തിയോളജി കോഴ്സിന് പോകാനല്ല റെക്കമെൻഡ് ചെയ്യുക. പകരം ഒരു ഡോക്ട്രൈനൽ കാറ്റഗറ്റിക്കൽ സ്വഭാവമുള്ള കോഴ്സുകൾക്ക് പോകാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്തുള്ളൂ. ഡോക്ട്രൈന് സഭ എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഇടങ്ങൾ പരിമിതങ്ങളാണ് എന്ന് ഞാനോട് കൂടി ഏറ്റു പറയും. പലപ്പോഴും അത് ഒരു വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ട വിധത്തിലുള്ള കാറ്റഗറ്റിക്കൽ ഫോർമേഷൻ ഇല്ലാതെ, വേണ്ട വിധത്തിലുള്ള ഡോക്ട്രൈനൽ ഫോർമേഷൻ ഇല്ലാതെ നേരിട്ട് തിയോളജിക്ക് വരുന്ന ഒരാൾ ഒരു പക്ഷേ ലിബറേഷൻ തിയോളജിയെ കുറിച്ച് ധാരാളം കേൾക്കും, ഫെമിനിസ്റ്റ് തിയോളജിയെ കുറിച്ച് കേൾക്കും, ആന്ത്രപ്പോളജിക്കൽ തിയോളജിയെ കുറിച്ച് കേൾക്കും, ഈ സാധനമല്ല എക്കോ തിയോളജിയെ കുറിച്ച് കേൾക്കും. ഇതൊക്കെ കേട്ടിട്ട് ഇതാണ് തിയോളജി എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. ഈ തിയോളജിയുടെ ഫണ്ടമെന്റൽ തിയോളജിയുടെ ഓഫ് ഷൂട്ടുകളുണ്ട്. അവയാണ് കുറച്ച് ആകർഷകം എന്നുള്ളത് കൊണ്ട് പല ഫാക്കൽറ്റികളും അവയുടെ മേലാണ് പലപ്പോഴും റിസർച്ചുകളും സാധനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഓടിക്കയറി അവിടെ ചെല്ലുമ്പോൾ കെട്ടുന്ന മുഴുവൻ അതായിരിക്കും. ഏറ്റവും അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിക്കും ആവശ്യമുള്ള എന്താണ്? ബേസിക് ആയിട്ട് ആവശ്യമുള്ള കാറ്റഗറീസ് ആണ്, സത്യവിശ്വാസമാണ് ആവശ്യമുള്ളത്. എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്യക്കായിട്ട് കിട്ടാവുന്ന ഈ CCCയിലൊക്കെ കിട്ടാം. അത് ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഈ തിയോളജി കോഴ്സുകൾക്കകത്ത് CCC ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് പോകുന്നു എന്നല്ലാതെ, ഈ കൗൺസിൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് റെഫർ ചെയ്ത് പോകുന്നല്ലാതെ അവയുടെ മേലുള്ള പഠനമല്ല പലപ്പോഴും നടക്കുന്നത്. തിയോളജിയൻസ് ആണ് അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഓരോ തിയോളജിന്റെ ഒപ്പീനിയൻസ് ദീർഘമായിട്ട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യപ്പെടും. പക്ഷേ കൺസീലിയർ ഡോക്യുമെന്റ്സ് അവഗണിക്കപ്പെടും. അവിടെ നിന്ന് കോട്ട് ചെയ്യുന്നു മാത്രം, ഇന്നത്തെ സ്ഥലത്ത് അങ്ങനെ. പക്ഷെ ശരിക്കും ആവശ്യമുള്ള എന്താണ്? ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കൗൺസിലിന്റെ പ്രബോധനം എന്താണ് എന്ന് ആദ്യം ഒന്ന് പഠിക്കണം. അതിനുശേഷം അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള തിയോളജിയൻസിന്റെ വാഗ്വാദങ്ങളും ചർച്ചകളും തർക്കങ്ങളും ഒക്കെ പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് രസകരമാണ്. പക്ഷെ നമുക്ക് പ്രയോജനപ്പെടുന്നത് ചുമ്മാ ഒരു തിയോളജി കോഴ്സ് അല്ല,
പകരം ഡോക്ട്രൈനൽ കോഴ്സുകളാണ്. അതുകൊണ്ട് അങ്ങനെ എവിടെ കിട്ടുമെന്ന് ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും. ഞാൻ തൽക്കാലം അതിന്റെ ഉത്തരവൊന്നും പറയുന്നില്ല. അങ്ങനെയാണോ ഞങ്ങൾക്ക് തരുന്ന കോഴ്സ് എന്ന് അവരോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ആ കോഴ്സിൽ ചേരാൻ എന്ന് തന്നെ ഞാനങ്ങ് പറയും. അതങ്ങ് പറയും. ഇനി മിശിഹായുടെ രഹസ്യത്തിൽ അടിസ്ഥാനമിട്ട് ദൈവശാസ്ത്രം സർവ്വ രഹസ്യങ്ങളും വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ സൂക്ഷ്മ പരിശോധന ചെയ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദൈവശാസ്ത്രം ചെയ്യേണ്ടത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. മിശിഹായുടെ രഹസ്യത്തിൽ അത് അടിസ്ഥാനമിടണം. അതായത് എന്താ പറയാ, ക്രിസ്റ്റോളജിക്കൽ മിസ്റ്ററിയിൽ അത് അടിസ്ഥാനം, അത് മിശിഹ കേന്ദ്രീകൃതമായിരിക്കണം. അടിസ്ഥാനമിട്ട് ദൈവശാസ്ത്രം സർവ്വ രഹസ്യങ്ങളും വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ സൂക്ഷ്മ പരിശോധന ചെയ്ത്, ഇന്റലക്റ്റിന്റെ വെളിച്ചത്തിൽ മാത്രമല്ല, ഫെയ്ത്തിന്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങൾ മിശിഹ രഹസ്യത്തെ സൂക്ഷ്മമായ പരിശോധന ചെയ്തിട്ട് ആ വചനത്താൽ തന്നെ ദൃഢമായ ശക്തി പ്രാപിക്കുകയും, ദൈവശാസ്ത്ര പഠനം എപ്പോഴും യൗവനയുക്തയായിരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങുകയും പരിശുദ്ധ സഭയുടെ വിശുദ്ധ പാരമ്പര്യത്തിനകത്ത് നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് എന്ന് തിയോളജിയൻസ് ബോധ്യപ്പെടണമെന്ന് കൗൺസിൽ പഠിപ്പിക്കുകയാണ്. തിയോളജിയൻസ്, അത് പഠിപ്പിക്കുന്നവരും തിയോളജിക്കൽ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരും ഉപരിപഠനം നടത്തുന്നവരും ഒക്കെ ഈ കാര്യം ബോധ്യപ്പെട്ടിരിക്കണം എന്ന് തിരുസഭ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളുന്നു. അതിനേക്കാൾ വലിയ കാര്യമില്ലല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഉൾക്കൊള്ളുന്ന എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ അത് ഒരു രണ്ട് പാദങ്ങളിൽ ഒന്നായിരിക്കണം. ഇനി അടുത്തത്, ദൈവപ്രചോദിതമായതുകൊണ്ട് അവ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം തന്നെയാണ്. നമ്മൾ നേരത്തെ ഈ ഇൻസ്പിറേഷനെ കുറിച്ച് പറഞ്ഞപ്പം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥകർത്താക്കളുടെ പഠനം വിശുദ്ധ ദൈവശാസ്ത്രത്തിന്റെ ആത്മാവ് പോലെ ആയിരിക്കട്ടെ എന്നാണ്. വിശുദ്ധ ഗ്രന്ഥ താളുകളുടെ പഠനം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചറൽ ടെക്സ്റ്റുകളുടെ പഠനം ഒരു തിയോളജിയന് ദൈവശാസ്ത്രത്തിന്റെ ആത്മാവ് പോലെ ആയിരിക്കട്ടെ എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. അതായത് വിശുദ്ധ ഗ്രന്ഥം ഒരു തിയോളജിയന് അതിന്റെ ആത്മാവായിരിക്കണം എന്നാണ്. തിയോളജിയുടെ ആത്മാവാണ് വിശുദ്ധ ഗ്രന്ഥം. അടുത്തത്, വേദഗ്രന്ഥ വചനത്താൽ അജപാലനപരമായ പ്രഘോഷണം എന്തൊക്കെ നടത്തണം ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി, അഥവാ എഴുതപ്പെട്ട വിശുദ്ധ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യണം? പാരമ്പര്യം, സഭയുടെ വിശുദ്ധ പാരമ്പര്യം അതിന്റെ കൂടെ ചേർത്താണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇതിനെ കുറിച്ച് ആയതുകൊണ്ടാണ് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ. അതുകൊണ്ട് ഒന്നാമത്തത്, അജപാലനപരമായ പ്രഘോഷണം വിശുദ്ധ ഗ്രന്ഥ കേന്ദ്രീകൃതമായിരിക്കണം. അതായത് ഇടയന്മാരുടെ പ്രഘോഷണത്തിന്റെ കേന്ദ്രം സ്ക്രിപ്ചർ ആയിരിക്കണം. രണ്ട്, മതബോധനത്തിന്റെ കേന്ദ്രവും സ്ക്രിപ്ചർ ആയിരിക്കും. ഒരു സ്ക്രിപ്ചറൽ കാറ്റഗസിസ് ആണ് നമുക്ക് ശരിക്കും ആവശ്യം, ഒരു സോഷ്യൽ കാറ്റഗസിസ് അല്ല. ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കാറ്റഗസിസിനകത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറെ കൂടെ ഇന്റഗ്രൽ ആണെങ്കിൽ പോലും നമ്മളത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും സോഷ്യൽ വിഷയങ്ങളിലേക്കൊക്കെയാണ് കൂടുതൽ പോകുന്നത്. അതൊക്കെ വിശുദ്ധ അടിസ്ഥാനത്തിലുള്ളതാകുമ്പോൾ മാത്രമാണ് അതിന് അർത്ഥം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പലപ്പോഴും ടെക്സ്റ്റുകൾ രൂപീകരിക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നവർക്ക് പലപ്പോഴും ആ ഒരു ധാരണ ഉണ്ടാകാതെ വരുമ്പം പലപ്പോഴും സോഷ്യൽ വിഷയങ്ങളിലേക്ക് അത് കയറി പോകുന്ന പോലെയൊക്കെ തോന്നാം. അതിന്റെ ആത്മാവ് എപ്പോഴും, മതബോധനത്തിന്റെ ആത്മാവ് വിശുദ്ധ ഗ്രന്ഥമായിരിക്കണം. അടുത്തത്, മറ്റെല്ലാ തരത്തിലുമുള്ള ക്രിസ്തീയ പ്രബോധനങ്ങൾ, എവിടെയൊക്കെ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, കത്തോലിക്ക പ്രബോധനം നടത്തണ്ടോ അവിടെയൊക്കെ അതിന്റെ കേന്ദ്രം വിശുദ്ധ ഗ്രന്ഥമായിരിക്കണം. ഇനി അടുത്തത് എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ്, ഇവയിൽ ഈ പറഞ്ഞ കാര്യങ്ങളിനകത്തൊക്കെ ദിവ്യബലി മധ്യേയുള്ള വചന പ്രഘോഷണത്തിന് മുഖ്യ സ്ഥാനമുണ്ട്. വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ അത് മറ്റെല്ലാ സ്ഥലത്തെയും പോലെയല്ല സുവിശേഷത്തിന്റെ മധ്യേ ഉള്ളത്, കൂദാശകളുടെ മധ്യേ ഉള്ളത് എന്നാണ് അതിനെക്കുറിച്ച് ആദ്യം പറയുന്നത്. കൂദാശകളുടെ മധ്യേ ഉള്ള പ്രഘോഷണം അത് ഏറ്റവും ഗൗരവമാർന്നതാണ്. അതുകൊണ്ട് തന്നെ കൂദാശകളുടെ മധ്യേ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ട് വ്യാഖ്യാനം നൽകാൻ അധികാരമുള്ളത് പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ്. അല്ലെങ്കിൽ ഡീക്കന്മാരുടെ പട്ടമെങ്കിലും മേടിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ്. കാരണം അത് മിശിഹായുടെ ദൗത്യമാണ്. മിശിഹായുടെ സ്ഥാനത്ത് നിന്ന് സുവിശേഷം കൂദാശ മധ്യേ പ്രഘോഷിക്കാൻ അധികാരമുള്ളത് പൗരോഹിത്യത്തിൽ മാത്രമാണ്. കാരണം ക്രിസ്തുവിന്റെ നിത്യപൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അതിന് അധികാരമുള്ളത്. എന്നാൽ മറ്റവസരങ്ങളിലൊക്കെ ഒരു കുടുംബ കൂട്ടായ്മയ്ക്കകത്തോ ഒരു ധ്യാനത്തിനകത്തോ ഒക്കെ ആർക്കും സുവിശേഷ രഹസ്യങ്ങൾ പഠിച്ച് അംഗീകാരത്തോടുകൂടെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്ന് സഭയുടെ അംഗീകാരം മേടിച്ച് അത് പങ്കുവെക്കുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇത് ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരും അത് ശ്രദ്ധാപൂർവം ചെയ്യാൻ ബാധ്യസ്ഥരുമാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ കൂദാശകൾക്കകത്തും പ്രബോധനമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എല്ലാ കൂദാശകൾക്കകത്തും പ്രബോധനമുണ്ട്. അല്ലാണ്ട് കുർബാനയ്ക്കകത്ത് മാത്രമല്ല. മാമോദിസ സുശേഷമായ കഴിഞ്ഞിട്ട് അടിയിൽ ഒരു പ്രബോധനത്തിന്റെ ഒരു ബ്രാക്കറ്റിലെ പ്രസംഗം എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ കാർമികൻ
ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ബാധ്യസ്ഥനാണ്. അതായത് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ പരിശുദ്ധ മാമോദീസ എന്താണ് എന്ന് ദൈവജനത്തിന് വിശദീകരിച്ചു കൊടുക്കണം. അല്ലാണ്ട് അവിടെ മറ്റു കഥകളൊന്നും അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് പറഞ്ഞു പിടിച്ചു കൊടുക്കണം. അതുപോലെ ഇപ്പൊ രോഗിലേപനം എന്ന് വിചാരിച്ചു, ഇതിനകത്ത് ഇപ്പൊ എന്താ നമ്മൾ വിചാരിക്കും, ഈ രോഗിലേപനത്തിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു വീട്ടിൽ ചെല്ലുമ്പം ആ വീട്ടിലെ പാവപ്പെട്ട അമ്മച്ചി മരിക്കാനായ പോലെ കിടക്കണു, 2 മക്കളും അവിടെ അടുത്ത് നിൽക്കുന്നുണ്ടാവും, എന്തെങ്കിലും വിങ്ങിപ്പോട്ടി അവിടെ 1-2 ആൾക്കാർ നിൽക്കുന്നുണ്ടാവും, ഇത്രയും പേരേ ഉണ്ടാവുള്ളൂ. എന്നാൽ പിന്നെ ചെന്നിട്ട് ആ കൂദാശ പരികർമ്മം ചെയ്തിട്ട് പോരാന്ന് കാർമ്മികനായ വൈദികൻ വിചാരിക്കരുത്. അവിടെ പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ നിത്യജീവനെ കുറിച്ചും ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അപ്പുറത്തുമുള്ള ഒരു ജീവനെ കുറിച്ചും, അതിലാണ് ക്രൈസ്തവന്റെ പ്രത്യാശ എന്ന കാര്യത്തെക്കുറിച്ചും, ഈ രോഗി ലേപനം എന്ന് പറയുന്ന കൂദാശ മിശിഹ സ്ഥാപിച്ചതാണ്, സൗഖ്യത്തിന്റെ ലേപനമാണെന്ന് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവിടെ കൂടി നിൽക്കുന്നവരെയും കുറച്ചെങ്കിലുമൊക്കെ കേൾക്കാനും സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ആ രോഗിയായിരിക്കുന്നവരെയും പഠിപ്പിക്കാനുള്ള കടമ കാർമ്മികനുണ്ട്. പലപ്പോഴും ആ പഠിപ്പിക്കലിനെ പതുക്കെ മാറ്റി വെച്ചിട്ട് ഈ കർമ്മവിധി പരികർമ്മം ചെയ്യുന്നത് പോലെ ആയി പോകരുത്. അപ്പൊ അത് വെറും കർമ്മവിധി മാത്രമായി പോകും. ഈ കൂദാശയുടെ പരികർമ്മത്തിന്റെ പ്രധാന ഭാഗമാണ് ഈ പ്രബോധനം. ആ പ്രബോധനം ശക്തമായി തന്നെ കൊടുക്കാൻ വൈദികരായ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഗൗരവമാർന്ന ദൗത്യമുണ്ട്. ഒരു വിവാഹമാണെന്ന് വിചാരിച്ചു, വിവാഹത്തിനകത്ത് പലപ്പോഴും ആ കുടുംബത്തെക്കുറിച്ച് പറയണം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ആ കുടുംബം ഇങ്ങനെയാണ്, ആ ചെറുക്കൻ ഇങ്ങനെയാണ്, ഇവനെ എനിക്ക് പല കാലങ്ങളായിട്ട് അറിയാം, അവൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയാനൊന്നും അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവിടെ പഠിപ്പിക്കേണ്ടത് വിവാഹം എന്ന കൂദാശയെക്കുറിച്ച് എന്തോരം വിഷയങ്ങൾ അവിടെ പഠിപ്പിക്കാനുണ്ട്. അതിന്റെ ഐക്യത്തെക്കുറിച്ച്, ഏകതയെക്കുറിച്ച്, അവിഭാജ്യതയെക്കുറിച്ച്, മിശിഹായുടെ കൽപ്പനയെക്കുറിച്ച്, തിരുസഭയുടെ നടപടികളെക്കുറിച്ച്, കാനനിക്കൽ റിക്വയർമെന്റ്സിനെ കുറിച്ച്, സഭയുടെ ക്രമീകരണങ്ങളെക്കുറിച്ച്, അതിന്റെ കൗദാശിക സംസ്ഥാപനത്തെക്കുറിച്ച്, അതിന്റെ ലിറ്റർജിക്കൽ ഡെപ്തിനെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തുമാത്രം വിഷയങ്ങൾ, മാസങ്ങളിൽ നിന്ന് പറഞ്ഞാൽ തീരാത്തടത്തോളം വിഷയങ്ങൾ ഈ വിവാഹം എന്ന കൂദാശയെ കുറിച്ച് ഉണ്ടായിരിക്കെ ഞങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് വെറുതെ മണ്ണാങ്കട്ടയുടെയും കരിയിലയുടെയും കഥ പറയുകയോ അവിടെ നിന്നുകൊണ്ട് എന്താ പറയാ ഇവരെ കുറച്ച് പൊക്കി പറയുകയോ ഒന്നും ചെയ്യാനല്ല പ്രതീക്ഷിക്കുന്നത്. അവിടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടിസ്ഥാനമിട്ട സത്യവിശ്വാസ പ്രബോധനം ആ കൂദാശയുടെ പശ്ചാത്തലത്തിൽ ദൈവജനത്തിന് കൊടുക്കാൻ കടമയുണ്ട്. ഒരു സ്ഥൈര്യലേപനത്തിന്റെ സമയത്ത് പരിശുദ്ധ റൂഹായെ കുറിച്ചുള്ള സഭയുടെ പ്രബോധനം കൊടുക്കാൻ കടമയുണ്ട്. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതിന് ഇനി കൂദാശകൾക്കകത്ത് പൊതുവിലും ഏറ്റവും പ്രധാനമായി ദിവ്യബലി മധ്യേയുമുള്ള പ്രബോധനത്തിന് വലിയ സ്ഥാനമുണ്ട് എന്ന് തിരുസഭ പഠിപ്പിക്കും. വലിയ സ്ഥാനമുണ്ട്. ഇതൊരു വലിയ സ്ഥാനമാണ്. ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന എങ്ങനെയാണ്, ഈ കുർബാന മധ്യയുള്ള പ്രസംഗം ഷുഡ് ബി ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന് ഒരു പ്രചാരണം ഇപ്പൊ ഭയങ്കര ശക്തമാണ്. എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കണം, സുന്ദരമായ മതി എന്നാണ്. ചുമ്മാ അങ്ങനെ ഒരു സൗന്ദര്യത്തിന് വേണ്ടി ചെറിയൊരു ആകർഷകമായ ഒരു 2 വാക്ക് പറയുക എന്നുള്ളതല്ല കുർബാന മധ്യം നടക്കേണ്ടത്. അവിടെ സുദീർഘവും സുവ്യക്തവുമായ പ്രബോധനാധിഷ്ഠിതമായ സത്യവിശ്വാസ പ്രഘോഷണം നടക്കേണ്ട ഇടമാണ്. ഞാനത് ആവർത്തിച്ച് തന്നെ പറയും. അത് വെറുതെ എന്തെങ്കിലുമൊക്കെ 2 വാക്ക് പറയേണ്ട ഒരു ഷോർട്ട് ആൻഡ് സ്വീറ്റ് മെസ്സേജ് കൊടുക്കേണ്ട സ്ഥലമല്ല, പകരം സത്യവിശ്വാസത്തിന്റെ പ്രബോധനം കൊടുക്കേണ്ട ഇടമാണെന്ന് വൈദികരായ ഞങ്ങൾ കാര്യമായി തന്നെ ബോധ്യപ്പെടണം. എന്ന് വെച്ചാൽ ഇതായിരുന്നു എല്ലാ കാലത്തെയും സഭയുടെ പാരമ്പര്യം. എന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ കുർബാന എന്താണെന്ന് വെറുതെ ആലോചിച്ച് നോക്കുക. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മിശിഹ രഹസ്യത്തിന്റെ അനുസ്മരണമാണ്, പുനരാവർത്തനമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ രക്ഷാകർമ്മം മുഴുവനുമാണ് വിശുദ്ധ കുർബാനയിൽ എന്താ പറയാ പുനരനുഭവിക്കുന്നത്. അല്ലാതെ അവിടുത്തെ അന്ത്യത്താഴം മാത്രമല്ല. എന്ന് വെച്ചാൽ അത് ആരംഭിക്കുന്ന ക്രിസ്മസ് ആഘോഷത്തോടു കൂടിയല്ല, അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറയും. അങ്ങനെ മിശിഹായുടെ പരസ്യജീവിതം മുഴുവനും ആഘോഷിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് 2 ഇടങ്ങളുള്ളത്. ഒന്ന് വചനത്തിന്റെ മേശയും അപ്പത്തിന്റെ മേശയും. വചനം പങ്കുവയ്ക്കുന്ന ഇടവും അപ്പം പങ്കുവയ്ക്കുന്ന ഇടവും. ഇത് 2 ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് ഞങ്ങൾ ആദ്യം ബോധ്യപ്പെടുന്നു. ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇനി താഴ്ത്ത് എന്താണ് നടക്കുന്നത്? അവിടുത്തെ മനുഷ്യാവതാരത്തിന്റെ പരസ്യജീവിതമാണ് താഴ്ത്തുള്ളത്. അതുകൊണ്ടാണ് ഈ ബേമ ദേവാലയത്തിന്റെ നടുക്കൊക്കെ ഇടണമെന്ന് ഉള്ള പൗരസ്ത്യ പാരമ്പര്യമൊക്കെ ഉള്ളതിന് കാരണം ജനത്തിന്റെ മധ്യേ ഇറങ്ങി വന്ന മിശിഹായെയാണ്. അവിടെയാണ് ജനം മിശിഹായ്ക്ക് ചുറ്റും നിൽക്കേണ്ടത്. അവിടെ ജനം ഈ ബേമയിൽ നിൽക്കുന്ന വൈദികൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, ഈ ജനത്തിന്റെ മധ്യയിലേക്ക് ഇറങ്ങി വന്ന ഈശോയുടെ സ്ഥാനത്ത് അവിടെ നിൽക്കുകയും ജനം വൈദികന് ചുറ്റും നിൽക്കുകയും ചെയ്യാം. വൈദികന് അഭിമുഖമായി അവിടെ തന്നെ നിൽക്കുന്നു. എന്നിട്ട് ഇത് ശ്രവിക്കുന്നു. അവിടെ എന്തൊക്കെയാണ്? അവിടെ വചനത്തിന് ഒരുക്കമായ ഗാനങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. എന്നിട്ട് വചനത്തിന്റെ പഴയ നിയമത്തിന്റെ ഒരുക്കത്തിന്റെയും പുതിയ നിയമത്തിന്റെയും അതിന് വ്യാഖ്യാനമാകുന്ന ലേഖനത്തിന്റെയും സുവിശേഷത്തിന്റെയും അതിന് വ്യാഖ്യാനമാകുന്ന ലേഖനത്തിന്റെയും ഒക്കെ വായനകളുണ്ട്. ഈ വായനകളെല്ലാം കേൾക്കുകയും എന്നിട്ട്
വചനം അരുൾ ചെയ്യുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്ത മിശിഹായുടെ. ഉദാഹരണത്തിന് വിതക്കാരന്റെ ഉപമ അരുൾ ചെയ്യുന്ന കർത്താവ് തന്നെയാണ് ആ ഉപമയെ വിശദീകരിക്കുന്നത്. എന്നതുപോലെ ആ സ്ഥാനത്ത് നിൽക്കുന്ന കാർമ്മികൻ അത് വിശദീകരിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന്റെ ശുശ്രൂഷ സുദീർഘമായി നടക്കേണ്ട ശുശ്രൂഷയാണ്. കാരണം വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എല്ലാ പരാമർശങ്ങളും അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ ഈശോയുടെ ജീവിതമാണല്ലോ വിശുദ്ധ കുർബാനയിൽ പുനരവതരിപ്പിക്കപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിൽ ഈശോ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്തത് എന്താ? 3 വർഷക്കാലം കൊണ്ടാണ് അവിടുന്ന് ബേമ്മയിലെ ശുശ്രൂഷ നിർവഹിച്ചത്, അതോ വചന മേശയിലെ ശുശ്രൂഷ നിർവഹിച്ചത് 3 വർഷം കൊണ്ടാണ്. എന്നാൽ അപ്പത്തിന്റെ മേശയിലെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു ദിവസം കൊണ്ടാണ്. ആ അന്ത്യത്താഴ ദിവസത്തിൽ അത് നൽകുകയും എന്നിട്ട് തന്റെ കാൽവരിയിലെ ബലിയിൽ അത് പൂർത്തീകരിക്കുകയും ചെയ്യും, അതിനെ റിയലൈസ് ചെയ്യുകയും ചെയ്യും. അത്രേ ഉള്ളൂ. പക്ഷേ രണ്ടിലും പ്രാധാന്യം ഒരുപോലെയാണ്. കാരണം എന്താണ്? ഒരേ പ്രാധാന്യം എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? പല ആളുകൾക്ക് അങ്ങനെ വിചാരമില്ല. പലരും വിചാരിക്കുന്നത് ഈ വിശുദ്ധ എന്താ പറയാ ബേമയിൽ നടക്കുന്നതൊക്കെ ഒരു ചുമ്മാ ചെറിയ പരിപാടി, അച്ഛനാണ്ട് കുറെ വായനയൊക്കെ നടക്കുന്നു, കുറച്ച് അച്ഛൻ പ്രസംഗമൊക്കെ പറഞ്ഞ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് കയറുമ്പോൾ ഭയങ്കര ഭക്തിപൂർവ്വം പ്രാർത്ഥനയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. സത്യത്തിൽ കൂടുതൽ രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ട. കാരണം എന്താണ്? താഴത്തെ മേശയിൽ വചനമാകുന്ന ഈശോയെ പങ്കുവയ്ക്കുന്നു, മുകളിലത്തെ മേശയിൽ അപ്പമാകുന്ന ഈശോയെ പങ്കുവയ്ക്കുന്നു. രണ്ടും ഒരു ഈശോ തന്നെയാണ്. ഈശോയെ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്, മിശിഹായാണ് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് രണ്ടും സമാനമായ പ്രാധാന്യമുള്ളതാണ്. ഇനി സമയദൈർഘ്യത്തിന്റെ കാര്യം എടുത്താലോ, കൂടുതൽ സമയദൈർഘ്യം ഉണ്ടാകേണ്ടത് തേമയിലാണ് എന്ന് തന്നെയാണ് നമ്മൾ ബോധ്യപ്പെടേണ്ടത്. കാരണം അവിടുത്തെ പരസ്യജീവിതം, സുദീർഘമായ പരസ്യജീവിതത്തിന്റെ അനുഭവം അതിലൂടെ കടന്നു പോകേണ്ടത് അവിടെ വെച്ചാണ്. അവിടെയാണ് ദൈവജനം മിശിഹായോടൊത്ത് സഞ്ചരിക്കുന്നത്. അവന്റെ കൂടെ, അവനെ കേട്ടും അവന്റെ ഉപമകൾ കേട്ടും അവന്റെ വാക്കുകളുടെ മാധുര്യം അനുഭവിച്ചും അവന്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ടും ധ്യാനിച്ചും അവന്റെ കൂടെ സഞ്ചരിക്കുന്ന ഇടമാണ് ഈ പറഞ്ഞ വചന ശുശ്രൂഷയുടെ ഇടം. അതിനെ ചെറുതാക്കിയാൽ പിന്നെ സഭ ഇല്ലാണ്ടായി പോകും. അതിനെ ചെറുതാക്കരുത്. ഇനി വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള മറ്റൊരു പ്രസിദ്ധമായ അടയാളം വിശുദ്ധ കേന്ദ്രത്തിൽ തന്നെയുള്ളത് എമ്മാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരാണ്. 60 സ്ഥാദിയോൻ ദൂരം, 12 കിലോമീറ്റർ ദൂരം അവർ സഞ്ചരിക്കുകയാണ്. അവർ അന്നേരം എന്താ നടക്കുന്ന നോക്കുക. പ്രവാചകന്മാർ മുതൽ തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വിശദീകരിച്ചു കൊടുത്തുകൊണ്ടാണ് അവരുടെ കൂടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ ദൂരം ഈശോ അവരുടെ കൂടെ നടക്കുകയാണ്. അത് സത്യത്തിൽ ഈ ബേമ്മയിലെ ശുശ്രൂഷയാണ്, അഥവാ വചനമേശയിലെ ശുശ്രൂഷയാണ്. അത് കഴിഞ്ഞിട്ട് സത്രത്തിന്റെ അടുത്തെത്തുമ്പോൾ അവൻ അവരോട് കൂടെ സത്രത്തിലേക്ക് പ്രവേശിക്കും. അവർ ഒരു മാനെ നൊബീസ്കും ദൊമീനെ, ഞങ്ങളുടെ കൂടെ വസിച്ചാലും നാഥ എന്ന് പറയുന്നു. ഈശോ അവിടേക്ക് കയറുന്നു, അപ്പം മുറിക്കുന്നു, അവർ സ്വീകരിക്കുന്നു, ഈശോ പ്രത്യക്ഷനാകുന്നു. ഏതാനും മിനിറ്റുകളുടെ കാര്യമാണ്. പക്ഷേ സുദീർഘമായ വചനപ്രഘോഷണമാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനം 2:42 നമ്മളിങ്ങനെ വായിക്കും. ഈ ആദിമസഭ എന്തിനാണ് പങ്കുചേർന്നിരുന്നത്? ഇങ്ങനെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിമസഭ അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, 1 പ്രബോധനം, 2 കൂട്ടായ്മ, 3 അപ്പം മുറിക്കൽ, 4 പ്രാർത്ഥന, ഇവയിൽ സദാ ജാഗ്രതയോടെ പങ്കുചേർന്നിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പ്രബോധനത്തിൽ പങ്കുചേർന്നിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഈ സ്ലീഹന്മാരുടെ പ്രബോധനത്തെ കുറിച്ചൊക്കെ പറയുമ്പം അതിങ്ങനെ നീണ്ടുപോയത് കൊണ്ട് ഒരു യുവാവ് മട്ടുപ്പാവിൽ നിന്ന് ഉറങ്ങി തലകുത്തി താഴെ വീണതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ പോലും അപ്പസ്തോല പ്രവർത്തനങ്ങൾക്കകത്തുണ്ട്. എന്ന് വെച്ചാൽ സുദീർഘമായ പ്രബോധനം കൊടുക്കുന്ന ഒരു ആയിരുന്നു തിരുസഭയിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ഭയങ്കര മോഡേൺ ആയി, നമ്മൾ വലിയ തിരക്കൊക്കെ ആയപ്പോഴത്തേക്ക് അച്ഛന്മാർ തന്നെ അങ്ങ് ജനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇവർക്ക് ഭയങ്കര തിരക്കാ, അതുകൊണ്ട് ഇവർക്ക് ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്തെങ്കിലും കൊടുത്തങ്ങ് വിട്ടാൽ മതി എന്ന് ഞങ്ങൾ തന്നെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കുഞ്ഞു ഷോർട്ടായിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇച്ചിരി നീണ്ട ഒരു 15 മിനിറ്റ് കഴിഞ്ഞ്, അരമണിക്കൂർ കഴിഞ്ഞ്, ഞാൻ ചോദിക്കട്ടെ, പല ആളുകളും കരുതുകയാണ് ഒരു 15 മിനിറ്റ് കൂടുതലൊക്കെ എങ്ങനെയാണ് മനുഷ്യൻ ശ്രദ്ധിച്ചിരിക്കുന്നത്? എന്ത് മണ്ടൻ ഐഡിയ ആണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു ധ്യാനകേന്ദ്രത്തിൽ പോയിരുന്നാൽ 1.5 മണിക്കൂർ നേരം അവർ കണ്ണും വീഴ്ചിരുന്ന് ആ വചന പ്രബോധനം കേൾക്കാൻ മനുഷ്യന് പറ്റില്ലേ? പറ്റും അല്ലേ? സെമിനാറിലൊക്കെ പഠിക്കുന്ന ഞങ്ങള് 45 മിനിറ്റ് താഴെയുള്ള ഒരു അവർ പോലും ഇല്ല. അങ്ങനത്തെ 5-6 അവറുകളാണ് കണ്ടിന്യൂസ് ആയിട്ട്, 6-7 അവറുകളാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പഠിക്കുന്നത്. എന്താ മനുഷ്യന് പറ്റാഞ്ഞിട്ടാണോ? ഒരു സിനിമയ്ക്ക് പോയിരിക്കുമെന്ന് ചോദിച്ചു, 2.5 മണിക്കൂർ ഫോക്കസ്ഡ് ആയിട്ട് അതിന്റെ കഥയുടെ ത്രെഡ് പോലും വിട്ടുപോകാതെ സീൻ ടു സീൻ കണ്ണും വീഴ്ചിരുന്ന് കേൾക്കാൻ ഒരു മനുഷ്യന് പറ്റും. ആ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് 10 മിനിറ്റ് കൂടുതൽ അല്ലെ 8 മിനിറ്റ് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ജനത്തിന് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന്. അതിനേക്കാളും വലിയ അവഹേളനം ഇല്ല എന്ന് അച്ഛന്മാരോട് നമ്മൾ തന്നെ പറയണം. അച്ഛാ കുറെ നേരം പറഞ്ഞു, 1 മണിക്കൂർ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വെറുതെ സിമ്പിൾ ഉദാഹരണത്തിന് ഈ ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്ന സത്താഭേദം, കുഞ്ഞൊരു ഉദാഹരണം, അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ 10 മിനിറ്റ് കൊണ്ട് എങ്ങനെയാ ഒരു വൈദികന് ഒരു ബലിവേദിയിൽ വെച്ച് പറ്റുന്നത്? ഒരു സെമിനാരിൽ 2-3 ദിവസം എടുത്ത് പഠിപ്പിക്കുന്ന ഒരു വിഷയം
പോട്ടെ, അതിന്റെ ബേസിക്സ് എങ്കിലും പറയാൻ ഒരു 10-40 മിനിറ്റിൽ എടുക്കുകയല്ലേ. ഇതില്ലാതെ പോയാൽ എന്ത് പറ്റും? വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. തങ്ങൾ വിളിച്ചപേക്ഷിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ താങ്കൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും എന്നാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? വിശ്വാസം ഇല്ലാതെ ഒരിക്കലും വിളിച്ചപേക്ഷിക്കലുണ്ടാവില്ല, ആരാധന ഉണ്ടാവില്ല. ദൈവാരാധന, ആരാധനാ സമൂഹം ഉണ്ടാകുന്നത് ഈ പറയുന്ന വിശ്വാസത്തിൽ നിന്നാണ്. ഇനി അടുത്ത കാര്യം, വിശ്വാസം എങ്ങനെ ഉണ്ടാകും? വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് തിരുവചനം പഠിപ്പിക്കും. വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. കേൾക്കണം, പറയണം, ഞാനും കേൾക്കണം, പോയിരുന്ന് കേൾക്കണം, എല്ലാവരും കേൾക്കണം. കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വാസത്തിൽ നിന്നാണ് ആരാധനാ സമൂഹം ഉണ്ടാകുന്നത്. ഇനി കേൾവി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് പ്രഘോഷണത്തിൽ നിന്നാണ്. പ്രസംഗിക്കുന്നവരില്ലെങ്കിൽ എങ്ങനെ കേൾക്കും എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. ഇനി അടുത്തത്, ഐക്യപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? ഐക്യപ്പെടുക എന്ന് പറയുന്നത് സെന്റ്, അത് അപ്പസ്തോലിക ശുശ്രൂഷയെ കുറിച്ചാണ്. ഐക്യപ്പെട്ടവൻ അപ്പസ്തോലനാണ്. ഈ ശൈഹിക ശുശ്രൂഷ ഇല്ലാതെ പ്രസംഗം ഉണ്ടാവില്ല. പ്രസംഗം കൂടാതെ കേൾവി ഉണ്ടാവില്ല. കേൾവി കൂടാതെ വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം കൂടാതെ ആരാധനാ സമൂഹം ഉണ്ടാവില്ല. ഇന്ന് ലോകത്തിൽ ആരാധനാ സമൂഹം ഉണ്ടാകാതിരിക്കുന്നെങ്കിൽ, ആളുകൾ പള്ളിയിൽ വരാതിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കാതിരിക്കുന്നെങ്കിൽ, കുർബാന അനുഭവിക്കാതിരിക്കുന്നെങ്കിൽ, അതിന്റെ ഏക കാരണം പഠിപ്പിക്കാത്തത് മാത്രമാണ്. വൈദികരായ നമ്മളും പ്രത്യേകിച്ച് ഞങ്ങൾക്കാണ് ചെയ്യാൻ പറ്റുന്നത്. വൈദികരായ ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ വിമുക്തി ശ്രദ്ധ കുറച്ചിട്ട് മറ്റു കാര്യങ്ങളിനകത്ത് വ്യാപൃതരാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ഒരു ഇടവക ദേവാലയം എന്തിനുള്ളതാണ്? പ്രൈമറിലി അത് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, അത് പഠിപ്പിക്കാനുള്ളതാണ്. ഒരു ദിവസം ഞായറാഴ്ച കർത്താവിന്റെ ദിവസമല്ലേ, ഞാൻ കുറച്ച് കടന്നു പറയട്ടെ. ഒരു ദിവസം രാവിലെ മുതൽ ഉച്ച വരെ ഈ വചന ശുശ്രൂഷ നടത്തിയിട്ട് അപ്പം മുറിച്ച് വീട്ടിൽ പോയാൽ എന്നാ പറ്റുക? അല്ല, എന്താ പറ്റുക? നമുക്ക് വേറെ എന്തെല്ലാം കാര്യം, വീട്ടിൽ പോയിരുന്ന് TV കാണാനും ഒരു സൺഡേ വീക്കെൻഡ് ആസ്വദിക്കാനും ഒക്കെയുണ്ട്. ഈ പറഞ്ഞ കേൾക്കുമ്പോൾ ഇത് തീവ്രവാദമാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ ഇതിനൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കർത്താവിന്റെ ദിവസം എന്ന് നമ്മൾ വിളിക്കുന്ന ആ ദിവസം ആദിമസഭ മുഴുവൻ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണല്ലോ സിറമലബാറിന്റെ ക്രമത്തിലാണെങ്കിൽ ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ ശുശ്രൂഷകൾ ചെല്ലുന്ന 2 പ്രാർത്ഥനകളുണ്ട്, അല്ലെങ്കിൽ 2 ആഹ്വാനങ്ങളുണ്ട്. മാമൂസ സ്വീകരിക്കാത്തവർക്ക് പോകാം, അപ്പുറത്ത് ജീവന്റെ അടയാളം സ്വീകരിക്കാത്തവർക്ക് പോകാം. എന്താ അർത്ഥം? അതുവരെ സുദീർഘമായ കാറ്റഗിസം നടക്കുമായിരുന്നു. ഈ വർഷം മാമോദിസ സ്വീകരിക്കാനുള്ള ജ്ഞാനസ്നാനാർത്ഥികൾ അവിടെയുണ്ട്. അവരെ പഠിപ്പിക്കുന്ന കാറ്റഗിസിസ് ആയിരുന്നു അത്. ആ കാറ്റഗിസിസിനെ എടുത്തിട്ട് പള്ളിയിൽ കുർബാനയ്ക്ക് പുറത്തേക്ക് അങ്ങ് മാറ്റി, കുട്ടികൾക്കുള്ള കാറ്റഗിസം ആക്കി അങ്ങ് മാറ്റി. അപ്പൊ എന്തുണ്ടായി? കാറ്റഗിസിസ് പിള്ളേർക്ക് കൊടുക്കുന്ന പരിപാടി വേഗം കുർബാന തട്ടിക്കൂട്ടി തീർക്കുന്നു, പിന്നെ കാറ്റഗിസം ആരംഭിക്കുന്നു. നോ, കാറ്റഗിസിസ് വിശുദ്ധ കുർബാനയ്ക്ക് അകത്ത് നടക്കേണ്ടതാണ്. വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗമാണ് കാറ്റഗിസിസ്. അത് ജനത്തിന് മുഴുവനും കൊടുക്കേണ്ടതാണ്, അല്ലാണ്ട് കുഞ്ഞു പിള്ളേർക്ക് മാത്രം കൊടുക്കേണ്ടതല്ല. അത് കൊടുത്തവർക്കേ ഈ കുർബാന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ, അവർക്ക് അവിടെ ചെന്ന് അവർ അപ്പം മുറിക്കാൻ കൂടില്ല. അവർക്കത് കൂടാൻ പറ്റിയതിന്റെ കാരണം എന്താണ്? ഈ കണ്ട 12 കിലോമീറ്റർ ദൂരം മിശിഹ ഈ ദൈവിക രഹസ്യങ്ങൾ അവരെ പഠിപ്പിച്ചത് കൊണ്ടാണ് നാഥ ഞങ്ങളുടെ കൂടെ വസിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടതും അവിടുന്ന് അപ്പം മുറിച്ച് അവർക്ക് കൊടുത്തതും. ഈ പഠിപ്പിക്കപ്പെടാത്ത ജനത്തിന് ഈ വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള സകല കൂദാശകളും ചുമ്മാ ചടങ്ങുകൾ മാത്രമായിരിക്കും. ചടങ്ങ് എന്ന വാക്ക് ഉപയോഗിച്ചത് ചടങ്ങായിരിക്കും. അതുകൊണ്ടാണ് പലരും പറയണേ പള്ളിയിൽ ചടങ്ങ് കഴിഞ്ഞാൽ പുറത്ത് ഭക്ഷണം ഉണ്ടായിരിക്കും എന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് വെറും ചടങ്ങായിരിക്കും. ഇതിന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരു ജനം ഇന്ന് വളർന്നു വന്ന് കഴിഞ്ഞു. ഈ കൂദാശകൾക്കകത്ത്, പരിശുദ്ധ സഭയുടെ പ്രബോധനങ്ങൾക്കകത്ത് എന്താണുള്ളത് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരു ജനം വളർന്നു വന്നു കഴിഞ്ഞു. ഞങ്ങൾ അതിനെ വളർത്തി കഴിഞ്ഞു. അതിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ഇത് തീരും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സഭയ്ക്ക് തുടർന്ന് ഈ ശുശ്രൂഷ ജനത്തിന് കൊടുക്കാൻ പറ്റാണ്ട് വരും. അത് തടയപ്പെടും. യൂറോപ്പൊക്കെ വിശ്വാസം ക്ഷയിച്ചു നമ്മൾ പറയണ്ടെങ്കിൽ അതിനാദ്യം അവർ ചെയ്തത് എന്നറിയാമോ? ഒരു ഫോർമൽ കാറ്റഗിസം പോലും പിന്നോട്ട് പോയതാണ്. ഒരു 4ാം ക്ലാസ് സ്റ്റൈൽ ലെവലും കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തോരം കാറ്റഗിസം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. അവിടെ പുറത്ത് താമസിക്കുന്നവരല്ല നമ്മൾ മിക്കവരും. എന്താ സംഭവിച്ചത്? വിശ്വാസം എപ്പോഴും കേൾവിയിൽ നിന്നുണ്ടാകുന്നതാണ്. ഈ വിശ്വാസം ഉണ്ടെങ്കിലേ ആരാധനാ സമൂഹം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ സഭ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ കുറച്ചുകൂടെ കാര്യമായി തിരിക്കണം. എന്നിവയിലൂടെയുള്ള വചന ശുശ്രൂഷ ശ്രേയസ്കരമായ രീതിയിൽ പരിപുഷ്ടമാക്കുകയും വിശുദ്ധിയിൽ ഫലപുഷ്ടമാക്കുകയും ചെയ്യണം. അതുകൊണ്ട് കൂദാശകളുടെ മധ്യയുള്ള വചന പ്രഘോഷണത്തിന് മുഖ്യസ്ഥാനമുണ്ട് എന്ന് തിരിച്ചു പഠിപ്പിക്കും. മുഖ്യസ്ഥാനം ഉണ്ടായിരിക്കെ ആ മുഖ്യസ്ഥാനം എങ്ങനെയാണ് പ്രകടമാകുന്നത്? അതിന് ഉപയോഗിക്കുന്ന സമയം കൂടെ ഉപയോഗിച്ചിട്ടാണ്. ചുമ്മാ സമയം മാത്രമല്ല. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം സമയം കുറയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. പകരം പറഞ്ഞത് എന്താണെന്നറിയാമോ? അർത്ഥശൂന്യമായി വെറുതെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നോ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത വിധത്തിൽ മറ്റു കാര്യങ്ങൾ പറഞ്ഞോ സമയം കളയരുത് എന്നാണ്. അല്ലാതെ പഠിപ്പിക്കേണ്ടെന്നല്ല. മാർപ്പാപ്പയുടെ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളൊക്കെ എടുത്ത് നോക്കിയോ, സുദീർഘമാണ്. ദീർഘമായ സമയം മാർപ്പാപ്പമാരിന്ന് പഠിപ്പിക്കാറുണ്ട്. അതിപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയും പഠിപ്പിക്കാറുണ്ട്.
ഇത് പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നവരെല്ലാവരും ഒന്നാമത് ഓർക്കണം എന്നതാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം. അത് പരിശുദ്ധ സഭ ഔദ്യോഗികമായി തിരുവചനത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്റിനകത്ത് പഠിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. തൽക്കാലം ഇങ്ങനെ സമയം അങ്ങ് കടന്നുപോയത് കൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ എന്ന് പറഞ്ഞ് തീർത്തു. ഈ എന്താ പറയാ, ദൈവരൂപം എന്ന ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അടുത്ത ദിവസം മുതൽ നമ്മൾ ഇതിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് തിയോളജിക്കൽ എന്നതിനേക്കാൾ, ഇപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ തിയോളജിക്കൽ മേഖലകളാണ്. നമ്മൾ കുറച്ചുകൂടെ എക്സജറ്റിക്കൽ മേഖലയിലേക്ക് ഒന്നുകൂടെ ഒന്ന് പ്രവേശിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. വിശുദ്ധ ഭാഗങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു ഏരിയ ഉൽപ്പത്തിയുടെ ആദ്യത്തെ 12 അധ്യായങ്ങളാണ്. അവിടെ അതെങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? അത് ചരിത്രമാണോ അതോ ഐതിഹ്യമാണോ? ഇതിന് ഏത് വിധത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്? അതിന്റെ ഓരോ വാക്കുകളുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ആദ്യം നമ്മൾ പറയും. പിന്നീട് നമ്മൾ കുറച്ച് ദുർഗ്രഹ വചനങ്ങളെ കുറിച്ച് പറയും. എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ചില പരാമർശങ്ങളൊക്കെ കർത്താവ് നടത്തുന്നതിനെ കുറിച്ച് നമ്മൾ കാണും. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്, അതെന്താ, അതിന്റെ അർത്ഥം എന്താണ് എന്ന് തോന്നുന്ന കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളെയും കൂടി പറയുന്നത് നല്ലതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും നമുക്ക് അത് ഒത്തിരി പ്രയോജനപ്പെടും. അത് നമ്മുടെ വിശ്വാസത്തെ ഒത്തിരി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം മുതൽ കൂട്ടാം. ഇത്ര നാൾ തിയോളജി ആയിരുന്നുകൊണ്ട് അതിന് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് പോപ്പുലർലി ആളുകൾക്ക് ചിലപ്പോൾ കേൾക്കാൻ പ്രയോജനം ഉണ്ടാകാവുന്നതാണ് എന്നുള്ളതുകൊണ്ട് ആണ് ഞാൻ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് മാത്രം. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. സംശയം സ്ഥിരീകരിക്കട്ടെ. അച്ഛൻ, ഞാൻ ചോദിക്കുന്നത് വാസ്തവത്തിൽ അച്ഛൻ ആമുഖമായിട്ട് പറഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ചായിരിക്കും, ഉൽപ്പത്തിയെ കുറിച്ചൊക്കെ ആയിരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു അച്ഛൻ. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഈ ഒരു കാറ്റഗിസം പഠിപ്പിക്കുന്ന ഒരാളും കൂടെയാണ് ഞാൻ. അപ്പോൾ ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഈശോയുടെ 12 വയസ്സിന് ശേഷം ഈശോ പരസ്യജീവിതം ആരംഭിക്കുന്നതിനിടയ്ക്കുള്ള കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് അറിവുകളൊന്നും ബൈബിളിൽ നമുക്ക് തരുന്നില്ല. നമ്മൾ ലൂക്കയുടെ സുവിശേഷം 2-ാം അധ്യായം 52 പറയുന്നതനുസരിച്ച് യേശു മാതാപിതാക്കളുടെ അനുസരണത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു എന്ന് മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ അവൻ എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ്: നമ്മൾ പൊതുവായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുടെ ഇടയിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിനുശേഷം ഈശോ എവിടെ പോയി എന്നാണ് സഭയുടെ എന്താണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു നിലപാട്. അപ്പൊ ഞാൻ ഞാൻ ഒത്തിരി തെരഞ്ഞു. അപ്പൊ CCCക്ക് 512 തുടങ്ങിയുള്ള ആ ഭാഗങ്ങളിൽ ഈശോയുടെ രഹസ്യങ്ങളെ കുറിച്ച്, ക്രിസ്തുവിന്റെ ജീവിത രഹസ്യങ്ങളെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ വായിച്ചു മുഴുവനും പോയാലും നമുക്ക് ഒരു കാറ്റഗിസം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിലേക്ക് നമുക്ക് അവൻ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് നമുക്ക് അതിനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത് ഒത്തിരി വലിയ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക്. അപ്പൊ നമ്മൾ പൊതുവായിട്ട് ചുരുക്കത്തിൽ നമുക്ക് എന്താണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് പറയാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു സാർ. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്, ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്ന വരെയുള്ള സമയത്തെക്കുറിച്ച് ഇടക്കാലത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും വിശുദ്ധ ഗ്രന്ഥം നൽകുന്നില്ല. എന്ന് പറഞ്ഞാൽ 12ാമത്തെ വയസ്സിൽ കാണാതെ പോയി എന്നിട്ട് വീണ്ടും കിട്ടി എന്ന് തുടങ്ങുന്ന കാര്യം കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന ഒരൊറ്റ ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്: ഈശോ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്നത് മാത്രമാണ്. അതിനകത്തെല്ലാം ഉണ്ട്. അവിടുന്ന് വളർന്നു വന്നു, ദൈവത്തിന്റെ പ്രീതിയിലും മനുഷ്യന്റെ പ്രീതിയിലും അവിടുന്ന് വളർന്നു വന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന മറ്റു മനുഷ്യരെ പോലെ തന്നെ പഠിക്കുകയും വളരുകയും ചെയ്ത് പരിശീലനം നേടിയതുപോലത്തെ ഒരു കാലഘട്ടമാണ് അത് അവിടുത്തെ ഒരുക്കത്തിന്റെ കാലഘട്ടമാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. അതിനൊരു വിശുദ്ധ പശ്ചാത്തലം കൂടിയുണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും, പഴയ നിയമത്തിലൊക്കെയാണുള്ള പ്രവാചകന്മാർക്കാണെങ്കിലും മോശമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും അവർക്കൊക്കെ ഒരു ഒരുക്കത്തിന്റെ കാലഘട്ടമുണ്ട്. ഇപ്പം അതൊരു കാത്തിരിപ്പിന്റെ കാലഘട്ടമാണ്. പ്രധാനത്തിന് അബ്രാഹത്തിന്റെ സന്തതി ജനിക്കുന്നത് വരെ സുദീർഘമായ ഒരു കാലഘട്ടം അബ്രാഹം കാത്തിരിക്കുക. അതിനുശേഷം ഈശോയ്ക്ക് ശേഷം പൗലോസ്ലീഹയുടെ കാര്യം ഓർക്കുക. പൗലോസ്ലീഹ 14 വർഷത്തിന് ശേഷം വീണ്ടും ജെറുസലേമിലേക്ക് പോയെന്ന് ഗലാത്യ ലേഖനത്തിലാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു സഭയുടെ പാരമ്പര്യം, അത് പൗലോസ്ലീഹ ഒരു എന്താ പറയാ വിൽഡർനെസ്സിൽ അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു, ഈശോയിൽ നിന്ന് നേരിട്ടുള്ള വെളിപാടുകളൊക്കെ സ്വീകരിച്ച് ഒരുങ്ങുകയായിരുന്നു എന്നുണ്ട്. അപ്പൊ എപ്പോഴും നമുക്കൊരു പ്രവർത്തനത്തിന് മുന്നോടിയായുള്ള ഒരുക്കം ആവശ്യമുണ്ട് എന്ന ഒരു കാര്യം അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് വിശുദ്ധഗ്രന്ഥം അത് രേഖപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചാൽ അത് മിശിഹായുടെ രക്ഷാകര ദൗത്യത്തിന് പ്രസക്തമല്ലാത്തതുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്നാണ് അതിന്റെ ഉത്തരം.
ഒന്നാമത്തെ ഉത്തരം അതാണ്. അത് കർത്താവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട അല്ലെങ്കിൽ നൽകപ്പെട്ട രക്ഷാചരിത്രത്തിന്റെ പ്രസക്തമായ ഏടുകളല്ല. അതുകൊണ്ടാണ് അതിനെ അവഗണിച്ചിരിക്കുന്നത്. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പലരുടെയും ഊഹാപോഹങ്ങൾ അതിനാൽ തന്നെ സുവിശേഷങ്ങൾ തള്ളിക്കളയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും പ്രസക്തമായ എലമെന്റ്സ് ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തിയേനെ. അതല്ലാത്ത ഊഹാപോഹങ്ങൾ ചിലത് പ്രധാനപ്പെട്ടത് ഒന്നിതാണ്, ഈശോ ഇന്ത്യയിലേക്ക് വന്നു, ബുദ്ധമതസ്ഥരുടെ ഇടയിൽ താമസിച്ചിരുന്നു, അങ്ങനെ ബുദ്ധിസ്റ്റ് ആശയങ്ങൾ, അഹിംസ പോലെയുള്ള ബുദ്ധിസ്റ്റ് ആശയങ്ങളൊക്കെ ഈശോയെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്, അതിന്റെ സാമ്യങ്ങളൊക്കെ ഈശോയിൽ കാണാം എന്ന് തുടങ്ങിയുള്ള ചില തിയറികളൊക്കെ വളരെ പ്രബലമാണ്. അങ്ങനെ ഈശോ ഒരു ഇന്ത്യയിലോട്ടും പോയിട്ടില്ല, ഈശോ അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. അത് ബാക്കിയുള്ളതൊക്കെ ഊഹാപോഹങ്ങളാണെന്നും സുവിശേഷത്തിലെ ഈശോയെ സംബന്ധിക്കുന്ന പ്രസക്തമായ കാര്യങ്ങളൊന്നും അതിനകത്ത് ആ കാലഘട്ടത്തിൽ ഇല്ല എന്നും മാത്രം നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള മാർഗമേ ഉള്ളൂ. കാരണം സുവിശേഷകാരന്മാർ അവരുടെ വിചിന്തനത്തിലും അന്വേഷണത്തിലും പോലും അങ്ങനെയാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് അവർ നമുക്ക് അങ്ങനെ പറയുന്നത്. സുധാരിക്കട്ടെ, ഇത് ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ കണ്ടിന്യൂവേഷനാണ്. ഞാൻ കഴിഞ്ഞ തവണ ചോദിക്കാൻ മറന്നുപോയ ഒരു പാർട്ടാണ്. അതായത് നമ്മൾ കർത്താവിന്റെ രണ്ടാം വരവിനെ പറ്റി കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചപ്പോൾ അച്ഛൻ വളരെ വ്യക്തമായിട്ട്, അതായത് അത് വിധിക്കാനാണ് വരുന്നതെന്നുള്ള ഒരു പാർട്ടാണ്. വേറൊരു പാർട്ട്, കർത്താവിന്റെ രണ്ടാം വരവെന്ന് പറയുന്ന കാര്യം കത്തോലിക്ക സഭയുടെ അല്ലാത്ത ചില സഭകളൊക്കെ അത് AD 70 സഭയാണോ അത് ചില ആൾക്കാരാണോ കൾട്ടാണോ പറഞ്ഞുകൂടാ, AD 70 കർത്താവ് ഓൾറെഡി വന്ന് ഒരു മിന്നൽ പോലെ വന്നു, അങ്ങനെ ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ വേറെ ഒരു ചിന്താഗതി ഉള്ളത്, വിശുദ്ധ കുർബാനയിൽ സക്രാരിയിൽ യേശുക്രിസ്തു ഇപ്പോഴും എഴുന്നള്ളിയിരിപ്പുണ്ട്. അപ്പൊ പിന്നെ രണ്ടാമതൊരു വരവെന്ന് പറയുന്നതിനകത്തൊരു കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുള്ളതാണ് ചോദ്യം. താങ്ക് യു. അതായത് മിശിഹായുടെ രണ്ടാം വരവ് എന്ന് പറയുന്നത് യുഗാന്ത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവ് ഒന്ന് സന്ദർശിക്കാൻ വരുന്നതിനെ കുറിച്ചല്ല. അവിടുന്ന് ഇങ്ങനെ അരുൾ ചെയ്തു, യുഗാന്ത്യം വരെ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അത് വിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെയുണ്ട്, പൗരോഹിത്യത്തിലൂടെ അവിടുന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കർത്താവ് യുഗാന്ത്യം വരെ നമ്മുടെ കൂടെയുണ്ട്. ഇനി അവിടുത്തെ രണ്ടാം വരവ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ യുഗാന്ത്യമാണ്, അഥവാ ലോകാവസാനമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എവറിത്തിങ് റീക്യാപിറ്റുലേറ്റഡ് ഇൻ ക്രൈസ്റ്റ് എന്നാണ്. സകലതും, ഈ പ്രപഞ്ചം മുഴുവനും മിശിഹായിലേക്ക് തിരികെ എത്തുന്ന, അല്ലെങ്കിൽ മിശിഹായിൽ പൂർത്തിയാകുന്ന സമയം എന്നാണ് അതിന്റെ അർത്ഥം. അതായത് എന്താ പറയാ, ഈ അവിടുത്തെ സൃഷ്ടി പൂർണ്ണമാകുന്ന സമയം, ഈ സൃഷ്ടലോകം അതിന്റെ പരിമിതികളെല്ലാം പൂർത്തീകരിച്ച്, മനുഷ്യനാണല്ലോ അതിന്റെ കേന്ദ്രം, അതുകൊണ്ട് മനുഷ്യനുമായി ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നുകൊണ്ടാണ് പ്രകൃതിക്ക് പോലും ഒരു സ്ഥാനം ഉണ്ടായിരിക്കും. അവയെല്ലാം മിശിഹായിൽ പൂർണ്ണമാകുന്ന സമയത്തെയാണ് ഈ രണ്ടാം വരവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് കർത്താവ് ഒന്ന് കാണാൻ വരുന്നതിനെ കുറിച്ചല്ല. അപ്പൊ അതുകൊണ്ട് മിശിഹായുടെ രണ്ടാം വരവോടുകൂടെ ഭൗമിക സഭ സ്വർഗീയ സഭയിൽ പൂർത്തീകരിക്കപ്പെടും. സ്വർഗീയ സഭയിൽ പൂർത്തീകരിക്കപ്പെടും. ആ സമയം മുതൽ പിന്നീട് എന്താ പറയാ, നിത്യം നരകത്തിലുള്ളവർ നരകത്തിൽ തന്നെയായിരിക്കും, നിത്യം നരകത്തിലായിരിക്കും. സ്വർഗവാസികളായിരിക്കും പിന്നീട് ഉണ്ടാവുക, ഭൗമിക വാസികൾ ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഒരു പൂർത്തീകരണത്തിന്റെ സമയത്തെയാണ് ഈ രണ്ടാം വരവെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് AD 70 കഴിഞ്ഞതുമല്ല, സക്രായിലുള്ള ഈശോയെക്കുറിച്ചുമല്ല, മറ്റ് സെക്റ്റുകളൊക്കെ പ്രചരിപ്പിക്കുന്നത് പോലത്തെ ഒരു ചെറിയൊരു സംഭവവുമല്ല. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയുള്ള കുറച്ച് സംശയങ്ങളാണ്. അതിൽ 2-3 സംശയങ്ങളുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുമ്പോൾ ചിലർക്കുള്ള ഭയമാണ്, നമ്മൾ ആർക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിലുള്ള തകർച്ചകളൊക്കെ നമുക്ക് വരും. അതങ്ങനെ അപ്പം നമുക്ക് അവർക്ക് വേണ്ടിയുള്ള സഹനങ്ങളായിട്ട് അത് സ്വീകരിക്കണോ, അങ്ങനെയുള്ള ഒരു സംശയം. പിന്നെ വേറൊരു കൂട്ടർക്കുള്ള ഭയമാണ്, സംരക്ഷണ പ്രാർത്ഥന എടുത്തില്ലെങ്കിൽ പിശാചിന്റെ ആക്രമണം ഉണ്ടാകും. അപ്പൊ ശരിക്കും ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയെ സ്വർഗസ്ഥനായ പിതാവും വിശ്വാസ പ്രമാണവും അല്ലേ ചെല്ലുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്കൊരു സംരക്ഷണം ഉണ്ടല്ലോ. അതുപോലെ കുഞ്ഞാന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി എന്നാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സംരക്ഷണം അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഇത് പറയുമ്പോൾ അവരെ ബോധ്യപ്പെടുത്തേണ്ടത്? ഇതാണ് ആദ്യത്തെ സംശയം. രണ്ടാമത്തെ സംശയം, അത് കഴിഞ്ഞിട്ട് പറയാം, അല്ലെ ഞാൻ മറന്നു, ഇപ്പൊ തന്നെ നടന്നായി. ഒന്നാമത് മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ സഭയുടെ കൂട്ടായ്മയുടെ ഒരു എക്സ്പ്രഷനാണ്. എന്ന് പറഞ്ഞാൽ ഇതൊരു കുടുംബമാണ്, നമ്മളെല്ലാവരും പരസ്പരം സംയോജിപ്പിക്കപ്പെട്ട അവയവങ്ങളുമാണ് പൗലോസ്ലിഹയുടെ വാക്കുകൾ. അതുകൊണ്ട് ഒരവയവം മറ്റൊരു അവയവത്തെ സഹായിക്കലാണ് ഇത് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ കൈക്ക് വേദന എടുക്കും, മറ്റേ കൈ പോയിട്ട് തടവുന്നത് പോലെ ആ ബന്ധത്തിന്റെ കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് ഈ കൈ പോയിട്ട് ഇതിനെ പോയി തടവി കഴിഞ്ഞാൽ ഇതിന്റെ വേദന ഈ കൈയിലോട്ട് വരും എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണ് ഈ ആളുകൾ ചോദിക്കുന്നത്. ഇത് ശക്തമായി പ്രചരിപ്പിക്കുന്ന ചില അൽമായ ശുശ്രൂഷകരെ ഞാൻ നേരിട്ട് കാണാൻ ഇടവന്നിട്ടുണ്ട്. അവരിൽ നിന്നായിരിക്കാം ഇത് വന്നതെന്നും ഞാൻ വിചാരിക്കുന്നു.
ഇത് വളരെ ഗൗരവമാർന്ന ഒരു അബദ്ധ പ്രബോധനമാണ്. എന്ന് പറഞ്ഞാൽ ഒരാള് ഇങ്ങനെ പറഞ്ഞിരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കൃത്യമായിട്ട് നേരിട്ട്. നിങ്ങളാരും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ മേൽ തോന്നും. പിന്നെ ഞാൻ പിന്നെ ഇച്ചിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന കുറച്ച് ആത്മീയ ശക്തിയുള്ള ആളായതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, നിങ്ങളാരും ചെയ്യേണ്ട എന്നൊക്കെ ഈ മനുഷ്യൻ പറഞ്ഞിരുന്നതായി കേൾക്കാൻ ഇടവരികയും ഞാൻ ഇടപെടേണ്ടി വരുന്നത് അങ്ങനെ 1-2 കേസുകൾ തന്നെ എനിക്ക് നേരിട്ടറിയാം. അപ്പൊ അതുകൊണ്ട് അത്തരം ആശയങ്ങളിൽ നിന്നായിരിക്കും അത് ചാടി വന്നിട്ടുണ്ടാവുക. അതിനെ പാടെ അവഗണിച്ച് കളയുക. ആർക്കും ഏതൊരവസ്ഥയിലും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഈശോയോട് കൂടുതൽ അടുത്തിരിക്കുന്ന വിശുദ്ധീകരിക്കപ്പെട്ട പ്രസാദാരാവസ്ഥയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ കൂടുതൽ അവിടുത്തെ സന്നിധിയിൽ സ്വീകാര്യമാകും എന്നതൊരു വശം. അല്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പുണ്യപ്രവൃത്തിയാണ്, അത് തന്നെ ഒരു സുഹൃതമാണ്. അതുകൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാൾ അതിനാൽ തന്നെ തന്റെ പാപത്തിന്റെയും കൂടെ പരിഹാരമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞാൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കാര്യത്തിന്റെ പങ്കാളിത്തം, ആ പ്രാർത്ഥനയുടെ പങ്കാളിത്തം ഈ മനുഷ്യനും കിട്ടും. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അയാളുടെ മാനസാന്തരത്തിന് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമെന്ന് വെച്ചു, നമ്മൾ മറ്റു പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വെച്ചു, ആ കൃപകൾ കർത്താവ് നമുക്കും തരും, അല്ലാണ്ട് അവർക്ക് മാത്രമല്ല കൊടുക്കുക. അതുകൊണ്ട് ആർക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കുന്നോ അതിന്റെ പങ്കാളിത്തത്തിന് ഈ പ്രാർത്ഥിക്കുന്ന ആൾക്ക് അവകാശമുണ്ട്. അല്ലാണ്ട് അതിന്റെ ആളുടെ കുഴപ്പത്തിനകത്തല്ല പങ്കാളിയാവുക, കർത്താവ് തരുന്ന കൃപയ്ക്കകത്താണ് പങ്കാളിയാവുക. അതുകൊണ്ട് ധൈര്യമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം, മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ സജീവമാകണം, അങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ തടയുകയും ചെയ്യരുത്. അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ കുർബാനയ്ക്കകത്ത് മധ്യസ്ഥ പ്രാർത്ഥന അല്ലേ, കാർസൂസയൊക്കെ പിന്നെ എന്താണ്? അപ്പൊ അങ്ങനെയാണെങ്കിൽ കാർസൂസയിൽ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതെല്ലാം നമുക്ക് വന്ന് ഭവിക്കാൻ തുടങ്ങി എങ്ങനെ ഉണ്ടാവും? അപ്പൊ അതുകൊണ്ട് മധ്യസ്ഥം യാചിക്കുന്നത് നമ്മൾ ഒറ്റ വ്യക്തിയല്ല എന്ന് ആദ്യം ഓർക്കണം. തിരുസഭയാണ് മധ്യസ്ഥം യാചിക്കുന്നത്. തിരുസഭയിലാണ് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നത്. ആ കാര്യം കൂടെ ഓർത്തുകൊണ്ട് വേണം അത് ചെയ്യാൻ. രണ്ടാമത്തത് സംരക്ഷണത്തിന്റെ കാര്യമാണ്. നമുക്കുള്ള സംരക്ഷണം ഒന്നാമത് കൗദാശിക സംരക്ഷണമാണ്, സാക്രമെന്റൽ പ്രൊട്ടക്ഷനാണ് നമുക്കുള്ളത്. പരിശുദ്ധ കൂദാശകളിലൂടെ പരിശുദ്ധ കുമ്പസാരം മാമോദിസയാൽ നമ്മൾ മോചിപ്പിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ നൽകുന്ന സ്ഥൈര്യലേപനത്തിനകത്ത് അഥവാ തൈലാഭിഷേകത്തിനകത്ത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ പ്രൊട്ടക്ഷൻ സ്വീകരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി ഉള്ളവരായി മാറുന്നു. മിശിഹായുടെ ശരീരം ഭക്ഷിച്ച് നമ്മൾ ശക്തിയുള്ളവരാകുന്നു. ഇതൊക്കെ സംരക്ഷണങ്ങളാണ്. ഈ സംരക്ഷണങ്ങളെയാണ് നമ്മൾ വിലമതിക്കേണ്ടത്. പിന്നെ ചിലപ്പോഴൊക്കെ ചില ആളുകളൊക്കെ പറഞ്ഞു വരത്തുകയൊക്കെ ചെയ്യുന്ന ചില പ്രത്യേക സംഭവം, ഒരു സംരക്ഷണ പ്രാർത്ഥന, ഇത് ചെല്ലിയാൽ മതി, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പോകേണ്ട കാര്യമില്ല. ചെല്ലുന്നതിനകത്തൊരു കുഴപ്പമില്ല, അത് ചെല്ലുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ പ്രൈമറിലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സാക്രമെന്റൽ ലൈഫിലേക്കാണ്, കൗദാശിക ജീവിതത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യണം. അതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ ഒന്നുമില്ല, അഥവാ അതാണ് യഥാർത്ഥ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മേടിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു മന്ത്രം പോലത്തെ ഒരു പ്രത്യേകതരം പ്രാർത്ഥനയില്ല അപ്പൊ പ്രൊട്ടക്ഷൻ വരും, ഇത് ചെല്ലാത്തവർക്ക് അത് കിട്ടില്ല എന്നൊക്കെ പറയുന്നതൊക്കെ അജ്ഞതയിൽ നിന്ന് ആളുകൾ പ്രചരിപ്പിക്കുന്നതാണ്. അതിനൊന്നും കേൾക്കാൻ പോകേണ്ട കാര്യമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം 5 ലക്ഷം വൈദികർക്ക് വേണ്ടിയിട്ടൊക്കെ സഭയിലെ പ്രാർത്ഥിക്കുന്നത് പോലെ അങ്ങനെയാണോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ 5 ലക്ഷം വൈദികർക്കും ഈ പ്രാർത്ഥന അങ്ങ് കടന്നു ചെല്ലുമോ? സർവശക്തനായ ദൈവത്തെ ഞാൻ ലിമിറ്റ് ചെയ്യുന്നതല്ല, പക്ഷെ നമുക്കറിയാവുന്ന വൈദികർക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കേണ്ടത്? അങ്ങനെ ആ ഒരു കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മളെ ഒരാൾക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട്, ദൈവത്തെ തള്ളിപ്പറയാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഒരാളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പൊ പ്രബോധനമൊക്കെ കിട്ടുമ്പം അയാൾക്ക് അത് കേട്ട് മാനസാന്തരം വരുന്ന പോലെയല്ലല്ലോ നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അയാൾക്ക് എങ്ങനെയാണ് ഈ മാനസാന്തരം വരുന്നത്? അത് വിശുദ്ധ മോണിക്ക പുണ്യവതി കാസ്തിനോസ് പുണ്യാളിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ മാനസാന്തരം ഉണ്ടായല്ലോ. നല്ല ചോദ്യമാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ അറിയേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ആരെ ഉന്നം വെച്ച് പ്രാർത്ഥിക്കുന്നു ആൾക്കത് കിട്ടുന്നു എന്ന മട്ടിൽ അതിനെ മനസ്സിലാക്കരുത്. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ കാണുന്നത് കുറച്ചുകൂടെ വിശാലമായിട്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ വല്യപ്പന് വേണ്ടി കുർബാന അർപ്പിക്കുന്നു. കർത്താവെ വല്യപ്പനെ മാത്രം സംരക്ഷിക്കണം, ഈ കുർബാന വന്നേക്കണം, ഒരെണ്ണത്തിന്റെ വല്യപ്പന്മാരെ അങ്ങ് നോക്കിയേക്കരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനകത്ത് അർത്ഥമില്ല. നമ്മളൊരു പ്രാർത്ഥനാ നിയോഗം ഒരു വിശുദ്ധ ബലിയിൽ നമ്മുടെ വല്യപ്പന് വേണ്ടി സമർപ്പിക്കുകയാണെങ്കിലും കർത്താവ് അത് സ്വീകരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ്, വിശിഷ്യ ഇയാൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയാണ്, പിന്നെ ഞാൻ എന്തിനു പൈസ കൊടുക്കണം എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അത് കർത്താവിന്റെ ഹൃദയം നമുക്കുണ്ടാകുമ്പോഴാണ്. കാരണം ഇതൊരു ശരീരമാണ്, ഇത് മിശിഹായുടെ ഒരു ശരീരമാണെന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് 5 ലക്ഷം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, 5 ലക്ഷത്തിന് ഇപ്പൊ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഓരോന്ന് 2-3 ഇതും പറ എന്ന് കർത്താവ് പറയത്തൊന്നുമില്ല. കർത്താവിന്റെ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് വിചാരിച്ചാൽ മതി. 5 ലക്ഷം പറഞ്ഞു, 5 ലക്ഷത്തിൽ 12 അച്ഛന്മാരുണ്ടായിരുന്നു, 12 പേരെ കാര്യം പോയി എന്നും വിചാരിക്കേണ്ടതില്ല. സകല വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഒപ്പം നമുക്ക് പരിചയമുള്ള വൈദികരെ കൂടുതൽ ഓർക്കുക, അവരുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥന നീഡ്സ് എന്തൊക്കെയാണ് അതിനുവേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുക. ഇപ്പൊ ചില വൈദികർ കുറച്ചുകൂടെ നന്നായി പ്രബോധനം നൽകാനുള്ള കൃപയ്ക്ക് വേണ്ടി, ചില വൈദികർ കുറച്ചുകൂടെ കാരുണ്യത്തോടെ പ്രവർത്തിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി
എല്ലാവർക്കും എല്ലാം ഒന്നും എളുപ്പമായിരിക്കില്ലല്ലോ. അപ്പൊ അവർക്ക് അവരുടെ കുറവുകൾ എന്തൊക്കെയാണോ അതിനുവേണ്ടിയൊക്കെ അങ്ങനെ ഓർമ്മ വരുന്നതൊക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞൊക്കെ പ്രാർത്ഥിക്കും. കർത്താവ് അതിന്റെ മേൽ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾ ഒരച്ഛന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും വേണ്ടിയിട്ടായിരിക്കും എന്നാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ സ്വാതന്ത്ര്യത്തിന്, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഒരാളുടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉദാഹരണത്തിന് ഒരു പാപി, ഒരു തിന്മ ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അയാളെ നമ്മൾ പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. ഇത് നടക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കാട്ടുകൊള്ളക്കാരനാണ്, അയാളെ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ച് മാനസാന്തരപ്പെടുത്തിയിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിക്കും. അപ്പൊ അയാൾക്ക് അതിന്റെ സ്വാതന്ത്ര്യമില്ല. രണ്ട് കാര്യം നമ്മൾ ഓർക്കണം. ഒന്നാമത്തേത്, നമ്മൾ പ്രാർത്ഥിച്ചാലും അയാൾ അതിനോട് അനുഭാവം പുലർത്തിയാൽ മാത്രമേ അയാളുടെ അത് ഫലം ചെയ്യൂ. എന്ന് വെച്ചാൽ, ഞാൻ നരകത്തിലേ പോകുന്നുള്ളൂ എന്ന് സ്വന്തം വില്ലുപയോഗിച്ച് ദൃഢനിശ്ചയം ചെയ്ത ഒരാൾ, ആ ആൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അയാൾ അത് സ്വീകരിക്കാത്തിടത്തോളം അയാളിലേക്ക് ആ പ്രാർത്ഥനയുടെ ഫലങ്ങൾ പ്രവേശിക്കില്ല. കാരണം ദൈവം അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഇൻഡിവിജ്വാലിറ്റിയും സ്വാതന്ത്ര്യവും ശക്തമാണ്. കാരണം എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? അയാൾക്ക് മാനസാന്തരത്തിനുള്ള പ്രചോദനം കൂടുതലായിട്ട് ലഭിക്കാൻ തുടങ്ങും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രചോദനം ലഭിക്കാൻ തുടങ്ങും. പല ആളുകളെ കർത്താവ് ആളോട് സംസാരിക്കാൻ ഒരുക്കും. ആ ആൾക്ക് തന്നെ പലതും കാണുമ്പോൾ ഇങ്ങനെ ഞാൻ പോയാൽ പോരായിരിക്കുമല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കർത്താവ് അയാളെ നയിക്കും. കർത്താവ് കുറച്ചുകൂടെ ആളോട് സംസാരിക്കും എന്നാണ് അതിന്റെ ചുരുക്കം. എന്ന് പറഞ്ഞാൽ നീ തീരുമാനം എടുക്കണം, പക്ഷെ ഇങ്ങനെ എടുത്തുകൂടെ, ഇതല്ലേ എന്ന് അയാളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം കർത്താവും കുറച്ചുകൂടെ കൂടുതൽ ചെയ്യും. സാഹചര്യങ്ങളും അതിനോട് അടുത്തു വരും. ഇനി അത് അയാൾ സ്വീകരിച്ചാൽ അയാൾക്ക് നന്മയുണ്ടാവും. സ്വീകരിച്ച അഗസ്തീനോസിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. എടുത്തു വായിക്കുക എന്നൊക്കെ ഉണ്ടാകുന്ന പ്രചോദനത്തെയൊക്കെ അഗസ്തീനോസ് അങ്ങ് ഉപയോഗിച്ചു. അഗസ്തീനോസ് ഈ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയെ സ്വീകരിച്ചു. കാരണം അഗസ്തീനോസ് കണ്ണു അടച്ച് എനിക്കിത് വേണ്ടാന്ന് പറയുകയല്ല ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ അജ്ഞതയാൽ അദ്ദേഹം സത്യം തേടി നടക്കുകയായിരുന്നു. അങ്ങനെ തേടി നടക്കുന്ന ഒരാൾക്ക് ഈ സഹായം പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാൻ, പെട്ടെന്ന് പറയാൻ നമ്മളെ സംബന്ധിച്ച് പെട്ടെന്നല്ല, കുറെ വർഷം എടുത്തു. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ അത് പെട്ടെന്നാണല്ലോ. അത് സംലഭ്യമാക്കാൻ കർത്താവിന് സാധിക്കും. ബോധപൂർവ്വം ഡിനേ ചെയ്യുന്നവരാണ്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുമെന്ന് ചോദിച്ചു, എനിക്കിത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ട് ഇരിക്കുവാണെങ്കിൽ ഈ പ്രാർത്ഥനയൊന്നും നമ്മളിലേക്ക് പ്രവേശിക്കില്ല എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ആളോട് നമ്മൾ സംസാരിക്കുകയും ചെയ്യണം. നിങ്ങൾ ഒരാൾ തിന്മയിലായിരിക്കുന്ന ആൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കും. ഇപ്പം ഹസ്ബൻഡ് കള്ളു കുടിക്കുന്നു, ഒരു ചേച്ചി ആ കള്ളുകൂടി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നല്ല കാര്യം, പ്രാർത്ഥിക്കണം. അപ്പൊ പല വിധത്തിൽ കർത്താവ് അതിനുവേണ്ടി ആളെ സഹായിക്കും. ഒപ്പം നമ്മൾ നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. അതിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച്, പോരായ്മകളെക്കുറിച്ച് എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കണം. അപ്പൊ ആ പ്രാർത്ഥന നമ്മളെ ആ ആളെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ സഹായിക്കും. പക്ഷെ ഡിസിഷൻ അയാളിൽ നിന്ന് വരണം. അയാളിൽ നിന്ന് വന്നാലേ അത് അയാളുടെ മാനസാന്തരമാവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമില്ല, അതിന് വിലയില്ലല്ലോ. ആ ആളുടെ മാനസാന്തരമാകണമെങ്കിൽ അയാൾ മാനസാന്തരപ്പെടണ്ടേ? അപ്പൊ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കാൻ നമ്മുടെ പ്രാർത്ഥന തീർച്ചയായും സഹായിക്കും. പക്ഷെ അയാൾ ബോധപൂർവ്വം മരിക്കുന്നവരെ ഡിനേ ചെയ്ത് നിന്നാൽ അതുകൊണ്ട് ഫലം ഉണ്ടാകത്തുമില്ല. അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മുടെ പ്രാർത്ഥനകൾക്കുണ്ട്. കേൾക്കാമോ? സപ്തജിത്ത് ബൈബിളിനെ പറ്റി പറഞ്ഞില്ലേ? അതില് സപ്തജിത്ത് എന്ന് പറയുന്നത് 70 എന്ന് പറയുന്നത് 70 എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു 70 പണ്ഡിതർ ഒരുമിച്ചിരുന്ന് നടത്തിയ ഒരു പരിഭാഷയാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ പേരിൽ അങ്ങ് അറിയപ്പെടും. 70 പേരെന്ന് പറഞ്ഞാൽ 70 ആൾക്കാർ മാത്രമല്ല, അവരും അവരുടെ ശിഷ്യന്മാരും സംഘങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതങ്ങനെ വെക്കാൻ കാരണം 70 എന്ന് പറഞ്ഞ 7ന്റെ പൂർണ്ണതയൊക്കെ സൂചിപ്പിക്കുന്ന വിധത്തിൽ അവർ ടീമിനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് സപ്തജിത്ത് എന്ന് പറയുന്നത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അത് ആദ്യം ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അത് ഇന്നത്തെ ക്ലാസ് വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു ഇത് കേട്ട് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് ഇത് മുഴുവനും ശ്രവിച്ചത് തന്നെ. ഒരു ക്ഷുഭിത യൗവനം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഞാൻ അതാണ് ചിരിച്ചുകൊണ്ടാണ് കേട്ടത്. താങ്ക് യു ഫാദർ. രണ്ടാമത് പറയേണ്ടത് ഈ സഭാപ്രബോധനങ്ങൾ, അതിന്റെ സഭയുടെ വ്യാഖ്യാനങ്ങൾ, അതിന്റെ പുസ്തകങ്ങൾ എവിടെ കിട്ടുമെന്ന് ഒന്നറിയണം. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന ആളാണ്. ഒരു പുസ്തകം എനിക്കറിയാവുന്നത് കറ്റേന ഔറിയാണ്. അതല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഭയുടെ പാരമ്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പുസ്തകങ്ങൾ, അതിന്റെ ടൈറ്റിൽസ് ഒക്കെ കിട്ടിയാൽ നന്നായിരുന്നു. താങ്ക് യു ഫാദർ.
താങ്ക് യു. ഇതിനകത്ത് രണ്ടാമത് പറഞ്ഞ കാര്യം, എന്നോട് ഒത്തിരി പേര് ഈ ദിവസങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇതാണ്, സഭയുടെ വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാനത്തെക്കുറിച്ച് ഉള്ള ആധികാരികമായ പുസ്തകങ്ങൾ. ഇത് നമുക്കൊരൊറ്റ സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് പല സോഴ്സുകൾ ഉപയോഗിക്കാം. അംഗീകൃതമായ കമന്ററികൾ നമുക്ക് പരിശോധിക്കാൻ പറ്റും. പ്രത്യേകമായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആണെങ്കിൽ, കോൺഫ്ലിക്റ്റിംഗ് വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആണെങ്കിൽ CDF പോലെയുള്ള സഭയുടെ കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ഡിക്കാസ്ട്രി, അവർ നൽകിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ്, കറക്ഷൻസ് അവയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. പ്രധാനമായും സഭാപിതാക്കന്മാരുടെ രചനകൾ, ഈ വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനൊരു വ്യാഖ്യാന പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ്. ഒരു എക്സജറ്റിക്കൽ ട്രഡീഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്, എക്സജറ്റിക്കൽ ട്രഡീഷൻ. അത് യഥാർത്ഥത്തിൽ സഭാപിതാക്കന്മാർ പരമ്പരാഗതമായി വ്യാഖ്യാനിച്ചു വന്നിരുന്നതും അവരുടെ യുനാനിമസ് വ്യാഖ്യാനമായി നടന്നിട്ടുള്ള കാര്യങ്ങളുമാണ്. അതായത് എല്ലാ സഭാപിതാക്കന്മാരും ഈ കാര്യത്തെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങനെ പല സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് കിട്ടാവുന്നത്. എന്നോട് ചോദിച്ച ഒരു കാര്യം, എന്റെ പുറകിലിരിക്കുന്നത് ഈ 2 പുസ്തകങ്ങൾ, 2 വോളിയംസ് ആണ്. അത് 2 സുവിശേഷങ്ങൾ, ഈ സഭാപിതാക്കന്മാരുടെ സുവിശേഷ വ്യാഖ്യാനം ആണ് ആ പുസ്തകം. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് മേക്കാട്ടുന്നേലച്ചന്റെ നേതൃത്വത്തിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരാണ്. അതിനകത്ത് എല്ലാ സഭാപിതാക്കന്മാരുടെയും ഇല്ല, കുറെ മാറ്റിയിട്ടൊക്കെയാണ്. അച്ഛൻ ഇപ്പൊ അതിനെ ഒന്ന് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എന്നോട് സംസാരിച്ചു, ഞങ്ങൾ നേരാക്കത്തോട് സംസാരിച്ചു. അപ്പൊ അച്ഛനെ ഡിജിറ്റൽ ഫോർമാറ്റിലാക്കുകയും നമുക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ തരാൻ ആയിട്ട് ശ്രമിക്കുകയും ചെയ്യും. ഇനി അതിനെ ഉപയോഗിക്കാവുന്ന ഒരു ഇംഗ്ലീഷ് വേർഷനുണ്ട്, ആ വേർഷനും നമുക്ക്, അതിന്റെ PDF-ഉം ഞാൻ ഒരു കാര്യം ചെയ്യാം. അത് മേക്കാട്ടുന്നേലച്ചനുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സോബിൻ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള വിഷയമാണ് എന്ന് എനിക്കറിയാം. അപ്പൊ അത് അങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് അത് കൊടുക്കാനായിട്ടുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം. അപ്പൊ അതുകൊണ്ട് അന്നേരം അങ്ങനെ ഒരു കാര്യം ആഗ്രഹമുള്ളവരെ ഈ എഡിറ്റർക്ക് അവർ പറയുമായിരിക്കും അവസാനം ഒരു മെയിലോ മെസ്സേജോ അയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ തരാനുള്ള വഴി നമുക്കുണ്ടാക്കാം. വരങ്ങള് ഒരു സത്യമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ ചെറുപ്പത്തിലൊക്കെ പല കുട്ടികൾക്കും വരങ്ങള് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും അവർക്ക് വളർത്താനോ അതിനെ പറ്റിയിട്ട് ഒരു പഠനമൊന്നും അവർക്ക് കിട്ടിയിട്ടേ ഇല്ല. ഇപ്പൊ അവർ വലുതായി കഴിഞ്ഞപ്പോ അതൊക്കെ മുരടിച്ചു പോയി. അവർക്ക് അത് അറിയില്ല അത് എന്തായിരുന്നു തന്നെ. ഈ പ്രായമായിട്ടുള്ളവരിലാണെങ്കിലും ഈ വരദാനങ്ങളുടെ ഈ ധ്യാനങ്ങൾ കൂടിയ കുറച്ച് പേർക്ക് മാത്രമാണ് അത് ഉള്ളവർക്ക് അതൊന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെപ്പറ്റി ഒരു പ്രോത്സാഹനമൊക്കെ നമുക്ക് ലഭിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ലഭിക്കേണ്ടതാണ്. ഞാൻ തന്നെ ഏതൊക്കെയോ മുൻ ക്ലാസ്സുകളിൽ ഈ വരങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓർമ്മ. വരം എന്ന് പറയുന്നത് സത്യത്തിൽ ചിലപ്പോഴൊക്കെ ആളുകൾ വിചാരിക്കുന്ന അത്ഭുതകരമായ സിദ്ധികൾ എന്നാണ്. അവ സിദ്ധികൾ തന്നെയാണ്, അതിന് സംശയമില്ല. പക്ഷെ അവ ബേസിക്കലി അവ സ്വാഭാവിക നന്മകൾ തന്നെയാണ്, സ്വാഭാവിക നന്മകളാണ്. ഈ സ്വാഭാവിക നന്മകളെ ദൈവം എടുത്ത് ഗോഡ് ടേക്സ് ഇറ്റ്, അതിനെ ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് സാങ്ക്ടിഫൈ ചെയ്ത് സബ്ലിമേറ്റ് ചെയ്ത് ഉദാത്തീകരിച്ച് നമുക്ക് തന്നെ തിരിച്ചു തരുന്നതാണ് സത്യത്തിൽ ഈ വരങ്ങൾ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് വരങ്ങളുടെ ഏറ്റവും വലിയ വരം ഏതാണ്? സ്നേഹത്തിന്റെ വരമാണ്. അതുകൊണ്ടാണല്ലോ മറ്റെല്ലാ വരങ്ങളും ഉണ്ടായിരിക്കുകയും മലയാളം മാറ്റാണ്ടൊക്കെ വിശ്വാസം എനിക്കുണ്ടായാലും ഞാൻ സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങലയൊക്കെയാണ് എന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നതിന്റെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട വരം സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ വരത്തിന്റെ പ്രത്യേകത എന്താണ്? സ്നേഹം നമ്മൾ എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാ മനുഷ്യർക്കും സ്നേഹിക്കാൻ പറ്റും. ഒരു കുടുംബത്തിനകത്തെന്ന് വിചാരിച്ചു, ഭാര്യയ്ക്കും ഭർത്താവിനും സ്നേഹിക്കാനുള്ള കഴിവ് ബയോളജിക്കലായിട്ടുണ്ട്. എന്നാൽ ബയോളജിക്കലായിട്ടുള്ള ഒരു സ്നേഹത്തിന്റെ പ്രശ്നം എന്താണ്? അതൊരിക്കലും ഒരാളെ സാറ്റിസ്ഫൈ ചെയ്യില്ല. എത്ര കിട്ടിയാലും ഇനിയും കിട്ടണമെന്ന് തോന്നുക മാത്രമേ ഉള്ളൂ. അത് ഏതാണ്ട് ഈ മദ്യത്തിന്റെ ഒക്കെ ലഹരി പോലെയാണ്. എന്തോരം കള്ളു കുടിച്ചാലും മതി എന്നാരെങ്കിലും പറയും, കുറച്ച് പേർക്ക് വീണ്ടും വേണം, കുറച്ചുകൂടെ നല്ലത് വേണം എന്ന് തോന്നാൻ തുടങ്ങും. എന്നതുപോലെ ഈ സ്നേഹത്തിന്റെ പ്രത്യേകത അത് കിട്ടുന്തോറും വിനിമയം വേണമെന്ന് തോന്നുന്നല്ലാണ്ട് മതിയായി എന്ന ആളുകളൊന്നും പറയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പിള്ളേരെയൊക്കെ ചത്തുകിട സ്നേഹിച്ചാലും അവസാനം കൊച്ചു പറയും അപ്പനൊന്നും ഒരു സ്നേഹമില്ല കേട്ടോ എന്ന് ചിലപ്പോൾ പറഞ്ഞ് നമ്മൾ കേൾക്കേണ്ടി വരും. അത് ഈ ബയോളജിക്കൽ സ്നേഹത്തിന്റെ ഒരു പരിമിതിയാണ്. അത് ഈ പറഞ്ഞ ലഹരി വസ്തുക്കളൊക്കെ പോലെ തന്നെ അങ്ങനെ. എന്നാൽ ഈ സ്നേഹം ഒരു വിവാഹം എന്ന ഉദാശയിൽ എന്താ ദൈവം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് അറിയാമോ? അവരുടെ ഈ മാനുഷിക സ്നേഹത്തെ ദൈവം എടുത്ത് അതിനെ സാങ്ക്ടിഫൈ ചെയ്ത് അതിനെ സബ്ലിമേറ്റ് ചെയ്ത് ഉദാത്തീകരിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. സോ ദെൻ ദേ വിൽ ഹാവ് ഡിവൈൻ ലവ്. ദൈവിക സ്നേഹമായിരിക്കും അവരെ ഉണ്ടാവുക. ഇത് ഇവർ പങ്കുവച്ചാണല്ലോ ജീവിത പങ്കാളി പറയും എനിക്ക് തൃപ്തിയായി, എനിക്കിത് കൂടുതലൊന്നും വേണ്ട എന്ന് പറയും. അങ്ങനെയാണ് വരങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇനി രോഗശാന്തി വരങ്ങൾ, ഭാഷ വരങ്ങൾ, ഭാഷണ വരങ്ങൾ, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി വരങ്ങളുണ്ട്. ഈ വരങ്ങളുടെയൊക്കെ പൊതു സ്വഭാവം എന്താണ്? ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അവ സഭയെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ് വരങ്ങൾ.
സഭയാണ് അതിന്റെ ലക്ഷ്യം. സഭയെ പടുത്തുയർത്താൻ വേണ്ടി, അല്ലാണ്ട് ഒരാളുടെ പേഴ്സണൽ നന്മയ്ക്കോ ഒരാളുടെ ഐശ്വര്യത്തിനോ ഒരാളുടെ നേട്ടത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല. അത് സഭയുടെ വളർച്ചയാണ് വരങ്ങളുടെയൊക്കെ പ്രാഥമിക ലക്ഷ്യം. ഇനി മൂന്നാമത്, ഈ വരങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ഫലപ്രദമാവുക. അത് വ്യക്തികളെ അനുസരിച്ച്. ഇപ്പൊ കുടുംബജീവൻ നയിക്കുന്നവർക്ക് അതിന് ചേർന്ന വരങ്ങൾ ദൈവം നൽകും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലത്തെ സ്നേഹത്തിന്റെ വരം, പാരന്റിങ്ങിന്റെ വരം, അത് വരമാണ്. അതായത് കുഞ്ഞുങ്ങളുടെ ഹൃദയം അറിയാൻ കഴിയുന്ന, അവരുടെ കുറവുകളിൽ ശാസിക്കുമ്പോൾ അവർ മനസ്സുമടുത്തു പോകാതെ ദൈവത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ അവരെ നയിക്കാൻ കഴിയുന്നത് വരമാണ്. ഇതൊക്കെ വിവാഹത്തിൽ അവർക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും അവർക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ട് അതിനെ ഉപയോഗിച്ച് വളർത്താതിരിക്കും. അതൊരു ഭയങ്കര കുറവാണ്. ഇപ്പം സഹോദരി പറഞ്ഞ പോലെ ഇതൊരു വലിയ പ്രശ്നമാണ്. ദൈവം വളരെ അനായാസേന കർത്താവ് ഒരു കുഞ്ഞിന്റെ ഹൃദയത്തെ കാണുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് പോലെ ചെയ്യാനുള്ള കഴിവ് വിവാഹത്തിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്ത് പറ്റുന്നു? അവയെ ജ്വലിപ്പിക്കാത്തത് കൊണ്ട്, സഭാജീവിതത്തോട് ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് അവർ പഴയ പോലെ മാനുഷിക ശക്തി കൊണ്ട് പിള്ളേരെ വളർത്താൻ നോക്കും. അങ്ങനെ അനുദിന ഇപ്പൊ പൗരോഹിത്യത്തിന്റെ വരങ്ങൾ, പഠിപ്പിക്കാനുള്ള വരമുണ്ട്, നയിക്കാനുള്ള വരമുണ്ട്, വിശുദ്ധീകരിക്കാനുള്ള വരമുണ്ട്. ഇതിനകത്ത് മറ്റു വരങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കും. ഇപ്പൊ രോഗശാന്തി വരം അതിവിശുദ്ധീകരണ വരത്തിനകത്തുള്ളതാണ്. അപ്പം ഇത് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണോ, നമുക്ക് ഏതിനോടാണോ പ്രതിപത്തി ഉള്ളത്, അവ കൂടുതൽ വളരും. മറ്റത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ കഴിയുന്നതെല്ലാം ഉപയോഗിക്കുക. കൂടുതൽ ഒരാളുടെ ആഭിമുഖ്യത്തോട്, ഒരാളുടെ ആത്മാവിനോട്, അയാളുടെ വ്യക്തിത്വത്തോടൊക്കെ കൂടുതൽ ചേർന്ന് നിൽക്കുന്നവയെ കൂടുതൽ ഉപയോഗിച്ച് പരിപോഷിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് അതിനെക്കുറിച്ച് ചെയ്യാവുന്നത്. സത്യം പറഞ്ഞാൽ അത് വേദപാഠ ക്ലാസ്സുകൾ ചെറുപ്പത്തിൽ മുതൽ കാര്യമായി പഠിപ്പിക്കേണ്ട. പലപ്പോഴും അങ്ങനത്തെ വിഷയങ്ങളിൽ അതിന്റെ ക്ലാസ്സുകളിൽ ഒഫീഷ്യലായിട്ട് അധികം പോകുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, മനുഷ്യാവതാരം ചെയ്ത വചനമായ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയുടെ കാരുണ്യവും സ്നേഹവും സാമീപ്യവും ഞങ്ങൾ അനുഭവിക്കുകയും അതിനെ പ്രതി അങ്ങയ്ക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവെ, വചനത്തിന്റെ ആന്തരിക രഹസ്യങ്ങളിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ കൂടുതൽ കൂടുതൽ നയിക്കണമേ. സഭാപിതാക്കന്മാരുടെ ഹൃദയം ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ. കർത്താവെ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പരിഭാഷയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഞങ്ങൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തെ ഏറ്റവും ശക്തമായി പരിഭാഷപ്പെടുത്തിയിട്ടുള്ളവർ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളവർ, അവർ വിശുദ്ധരാണ്. അവർ പരിഭാഷപ്പെടുത്തിയ അവരുടെ ജീവിതം കൊണ്ടാണ്. വിശുദ്ധ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിരുന്നവ അവരുടെ ജീവിതത്തിലേക്ക് അവർ പരിഭാഷപ്പെടുത്തി. അങ്ങനെ അവർ ജീവിക്കുന്ന സുവിശേഷമായി മാറി. കർത്താവെ, അതുപോലെ ഞങ്ങളെയും മാറ്റണമേ. ഞങ്ങൾ വായിക്കുന്ന സുവിശേഷം ഞങ്ങളിലൂടെ രചിക്കപ്പെടാൻ, ഞങ്ങളിലൂടെ പരിഭാഷപ്പെടുത്തപ്പെടാൻ, ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവ വിവർത്തനം ചെയ്യപ്പെടാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോ അതിന് നമ്മെ ആശീർവദിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതി.